രചന ഫാത്തിമ നൗഫിയ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. പെണ്ണിനെ കണ്ടതും അവർക്കെല്ലാവർക്കും അവൾ ഒരുപാട് ഇഷ്ടമായി. ഉമ്മപ്പാനോട് അവളെ പറ്റി പറയുന്ന ഹാരി കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴവൻ്റെ മനസ്സിൽ വേറെന്തൊക്കെയോ ചിന്തകളായിരുന്നു. അപ്പോഴാണ് അവിടെ ഉപ്പ പറയുന്നത്, കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന്. മോളെ നെഹില, ഇങ്ങോട്ട് വന്നേ, ഹാരിക്ക് നമ്മുടെ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക. അയാളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കുറച്ചങ്ങോട്ട് മാറിയുന്നു. ഹാരിക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. കുറച്ച് സമയമായിട്ട് അവളൊന്നും മിണ്ടാത്ത കണ്ട് മെല്ലെ അവനോട് ചോദിച്ചു, ഇയാൾ കല്യാണത്തിന് താല്പര്യമല്ലേ? അവൻ ചെറുസ്വരത്തിൽ പറഞ്ഞു, ഏയ് നോ നത്തിങ്, ഐ ആം ഓക്കെ. കുറച്ച് സമയമില്ലേ, നീ താഴേക്ക് വാ. അതും പറഞ്ഞ് അവൻ താഴേക്ക് നടന്നു, കൂടെ അവളും. അങ്ങനെ അവരോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലേക്കുള്ള യാത്രയിലും ഉമ്മ അവളെപ്പറ്റി തന്നെ പറയുന്നുണ്ടായിരുന്നു. മോളെ നെഹില, നിനക്ക് അവന് ഇഷ്ടമായോ? ആ, എനിക്കിഷ്ടമായി വാപ്പി. മോൾക്ക് ശരിക്കും അവന് ഇഷ്ടമായില്ലേ? ഞങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയല്ലല്ലോ? ഇല്ലപ്പ, എനിക്ക് പൂർണ്ണ സമ്മത. ഹസന്റെയും സെൽമയുടെയും ഒരേ ഒരു മകളാണ് നെഹില ഫാത്തിമ എന്ന നേഹ. കുറെ കാലത്തെ പ്രാർത്ഥനകളുടെ ഫലമായിട്ട് പടച്ചവൻ കൊടുത്ത അവരുടെ പൊന്നോമന. ഒരേ ഒരു മകളായതുകൊണ്ടും അവളെ അങ്ങനെ കിട്ടിയതുകൊണ്ടും അവരവളെ ഒരു കുറവും വരുത്താതെയാണ് അവർ വളർത്തിയിരുന്നത്. എന്നും അവളുടെ വാക്കിനാണ് അവളുടെ ഉപ്പ മുൻതൂക്കം കൊടുത്തിരുന്നത്. അവരുടെ ജീവനായിരുന്നു അവൾക്കും തിരിച്ച് അങ്ങനെ തന്നെ. വീട്ടിലെത്തിയ ഉടനെ ഹാരിയുടെ ഉമ്മ ചോദിച്ചു, മോനെ ഹാരി, നിനക്ക് ആ കുട്ടിയെ ഇഷ്ടമായോടാ? ഉമ്മ, എനിക്കിപ്പോൾ ഒരു കല്യാണം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? അകത്തുനിന്ന് അവൻ്റെ വാപ്പ ഉച്ചത്തിൽ പറഞ്ഞു. റംലേ, അവൻ്റെ സമ്മതം കേൾക്കാൻ കുറേ ആയി കാത്തുക്കുന്നു. ഇനി ഞാൻ തീരുമാനിക്കാം, അതാണ് ഇവിടുത്തെ അവസാന തീരുമാനം. അവൻ പിന്നെ ഒന്നും പറയാതെ മുകളിലേക്ക് പോയി. റൂമിലെത്തിയ ഹാരിയുടെ മനസ്സ് നീറി പുകയുന്നുണ്ടായിരുന്നു. അവൻ നേരെ വാതിലടച്ച് ബാത്റൂമിൽ കയറി ഷവർ തുറന്നു. ആ 4 ചുമരുകൾക്കിടയിൽ നിന്ന് വിരുമ്പി കരഞ്ഞുകൊണ്ടിരുന്നവൻ. തൻ്റെ കുടുംബത്തെ അനുസരിക്കല്ലാതെ വേറെ വഴിയില്ലായിരുന്നു അവന്. അങ്ങനെ ആ ദിവസം വന്നെത്തി. എല്ലാവർക്കും സന്തോഷത്തിന്റെ ആഹ്ലാദം കൊണ്ട് മതിമറന്ന ഹാരിസിന്റെ കല്യാണം. എന്നാൽ ഹാരിയെ സംബന്ധിച്ച് അത് മരണതുല്യമായ നിമിഷങ്ങളായിരുന്നു. അവന്റെ കൂട്ടുകാർ വന്ന് ഡ്രസ്സ് മാറ്റുമ്പോഴും അവന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ ചാരിട്ട് ഒഴുകിക്കൊണ്ടിരുന്നു. ഹാരി, നീ എന്താടാ ഇങ്ങനെ? ഇത്ര വർഷമായിട്ട് നീ അത് വിട്ടില്ലേ? അവന്റെ ഫ്രണ്ട്സ് അവനോട് ചോദിച്ചു. എടാ, എനിക്കതിന് പറ്റുന്നില്ലടാ. എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും അതിനേക്കാൾ വേഗത്തിൽ എൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ മറന്നേ പറ്റൂടാ. ഇത് പുതിയ ജീവിതത്തിന് തുടക്ക. എല്ലാം മറക്കണം. നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വരുന്നവളാ നേഹ. നിന്റെ കഴിഞ്ഞുപോയ കഥയെന്ന് അവൾക്ക് അറിയില്ല. നീ ഒന്നും മെച്ചയിടാ അവിടെ. അവരെല്ലാവരും ഒരു കണക്കിന് അവനെ റെഡിയാക്കി ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ എല്ലാം മംഗളമായി കഴിഞ്ഞു. ഇന്നേക്ക് അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ച പിന്നിട്ടു. ഒരു മുറിയിൽ 2 ഇടങ്ങളിലായി അവരുടെ ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു. കല്യാണം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ടും ഇതുവരെ അവനൊന്നും മിണ്ടിയിട്ടില്ലെന്ന വിഷമവും നേഹയുടെ മനസ്സിൽ തളം കിട്ടി. ഇന്ന് അവളുടെ വീട്ടിലായിരുന്നു ഇരുന്നു. മനസ്സിലാ മനസ്സോടെയാണെങ്കിലും അവൻ പോവാൻ റെഡിയായി. പോവും വഴിയിൽ അവൾ അവനോട് ഓരോന്നും ചോദിച്ചു. എല്ലാത്തിനും അവനൊരു മൂളയിൽ മറുപടി ഒതുക്കിക്കൊണ്ടിരുന്നു. പിന്നീട് കൂടുതലൊന്നും അവളും ചോദിക്കാൻ നിന്നില്ല. വീട്ടിലെത്തി അവരെല്ലാവരും സന്തോഷത്തോടെ സ്വീകരിച്ചു. ഉമ്മാക്കും മൂത്തന്മാർക്കും ഒക്കെ ഹാരിയെ കുറിച്ചായിരുന്നു അറിയേണ്ടത്. ഹാരി ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഉമ്മ, എന്നെ ഭയങ്കര കാര്യ. അവളെന്തോ അവനെ കുറിച്ചൊന്നും അപ്പം പറയാൻ തോന്നിയില്ല. അൽഹംദുലില്ലാ, അത് മതി മോളെ, ഉമ്മാക്ക് സമാധാനായി. അവളുടെ മനസ്സ് നീറി. കണ്ണു നിറഞ്ഞ് കവിയാൻ വെമ്പൽ കൊണ്ടു. നിറയാൻ വെമ്പേൽക്കുന്ന കണ്ണുനീരിനെ ഒരു വിധത്തിൽ ഒതുക്കി നിർത്തിയവൾ. അവളുടെ വീട്ടുകാരുടെയും ഹാരിയുടെ വീട്ടുകാരുടെയും സന്തോഷം കണ്ടപ്പോൾ സത്യങ്ങൾ പറയാൻ അവൾക്ക് കഴിഞ്ഞില്ലെന്നാണ് സത്യം. അങ്ങനെ അന്ന് വൈകുന്നേരം അവരോടൊന്ന് അവൻ്റെ വീട്ടിലേക്ക് പോയി. വീണ്ടും ദിവസങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ഹാരിയിൽ യാതൊരു മാറ്റവുമില്ല. അങ്ങനെ ദിവസം ജോലിയൊക്കെ തീർത്ത ശേഷം അവൾ ഹാളിൽ സോഫയിലിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ്റെ ഉമ്മ വന്ന്. ഉമ്മാനെ കണ്ടത് അവൾ എണീറ്റു. ഇരിക്കും മോളെ. എന്തേ ഉമ്മ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? ഏയ് ഇല്ല, ഞാനൊരു കാര്യം ചോദിക്കാൻ വന്നാ. എന്താ കാര്യം? അവളൊരു ചിരിയോടെ ചോദിച്ചു. അത് മോളെ, ഹാരിയുടെ സ്വഭാവം എങ്ങനെയാ? നിങ്ങൾ രണ്ടാളും ഹാപ്പി ആയിട്ടല്ലേ ജീവിക്കണ്? ഉമ്മാന്റെ ചോദ്യത്തിൽ അത്രയും കാലം ഉള്ളിൽ ഒതുക്കിയിരുന്ന അവളുടെ സങ്കടങ്ങൾ അണപൊട്ടി ഒഴുകി. കണ്ണു നിറച്ചുകൊണ്ട് അവൾ എല്ലാ കാര്യങ്ങളും ഉമ്മാനോട് പറഞ്ഞു. കരയല്ലേ മോളെ, എല്ലാം കുറച്ച് കഴിയുമ്പോൾ ശരിയാവും എന്നും പറഞ്ഞ് അവൻ്റെ ഉമ്മ അവളെ സമാധാനിപ്പിച്ചു. ഉമ്മ, ഹാരിക്ക് വല്ല അഫെയർ ഉണ്ടായിരുന്നോ? ഏയ് ഇല്ല, ഉമ്മ വെപ്രാളത്തോടെ പറഞ്ഞു. അവൻ ഇതിനോടൊക്കെ ഒന്ന് പൊരുത്തപ്പെട്ട് വരുന്നല്ലേ ഉള്ളൂ, അതാവും മോളെ. ഉമ്മ അതും പറഞ്ഞു പോയി. അവളും വിചാരിച്ചു എല്ലാം പെട്ടെന്ന് ശരിയാവുമെന്ന്. ദിവസങ്ങൾ വീണ്ടും ആരെയും കാത്തു നിൽക്കാതെ കഴിഞ്ഞുകൊണ്ടിരുന്നു. ആരിൽ പ്രത്യേകിച്ചൊരു മാറ്റവും കണ്ടില്ല. നേഹയുടെ പ്രതീക്ഷകളെല്ലാം താളം തെറ്റിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം നേഹ അവളുടെ കസിൻ്റെ കല്യാണത്തിന് പോയതായിരുന്നു. അവളുടെ ഫാമിലിയും ഫ്രണ്ട്സും കസിൻസും അവരുടെ ഫ്രണ്ട്സും അനിയത്തിമാരും എല്ലാം ഉണ്ടായിരുന്നു അവിടെ. ഹായ് നേഹ, മനസ്സിലായി എന്നെ? ഞാൻ നിന്റെ കസിൻ സീനുവിൻ്റെ ഫ്രണ്ട് ഐഷ. ആ, ഐഷത്ത മനസ്സിലായി. സുഖല്ലേ നിനക്ക്? അങ്ങനെ വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഐഷത്ത പറയുന്നത്, എനിക്ക് നിന്റെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല കേട്ടോ, സോറി മോളെ. അപ്പോഴേക്ക് ഐഷുവിൻ്റെ അനിയത്തി അവിടേക്ക് എത്തി. നെഹല, നിന്റെ വെഡ്ഡിങ് ഫോട്ടോ ഒന്ന് കാണിച്ചേ. ഐഷുവിൻ്റെ അനിയത്തിയായ ഐറ എന്ന് അതിനു പറഞ്ഞു.
വിവാഹ ഫോട്ടോ എടുത്ത് ഐശുവിനും അയിനുവിനും കാണിച്ചു കൊടുത്തു. ഫോട്ടോ കണ്ടപ്പോഴേ അയിനു അതിലേക്ക് ഒന്നുകൂടെ നോക്കി. ഇത് ഹാരിയല്ലേ? അതെ, നിനക്കറിയോ? നേഹ ചോദിച്ചു. പിന്നെ ഹാരി അറിയാത്ത ആരും ഉണ്ടാവില്ല ഞങ്ങളുടെ കോളേജിൽ, അങ്ങനെ തന്നെ പറയാം. ആള് വലിയ ഗായകനല്ലേ? ആ കൊള്ളാലോ. ബട്ട് എന്തേ? നേഹ ചോദിച്ചു. നോ, ഒന്നുമില്ല, അയിനു പറഞ്ഞു നിർത്തി. അന്ന് വീട്ടിൽ തിരിച്ചെത്തിയ നേഹയുടെ ഉള്ളിൽ മുഴുവൻ ഹാരിയെക്കുറിച്ചുള്ള സംശയങ്ങളായിരുന്നു. എന്തുകൊണ്ടാണ് ഹാരി എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഹാരിയെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് അവൾ മനസ്സിലോർപ്പിച്ചു. അതിന്റെ ആദ്യപണി എന്നോണം അവൾ ഐശുവിന്റെ അനിയത്തിയായ അയിനോടും എല്ലാം അടുത്തു. ഒരു ദിവസം അവർ സംസാരിച്ചിരിക്കുമ്പോൾ അവൾ ഹാരിയെക്കുറിച്ച് ചോദിച്ചു. തുടക്കത്തിലൊന്നും തന്നെ അയിനു പറയാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് നേഹ അവർ തമ്മിലുള്ള ബന്ധം ഒന്നുകൂടെ സ്ട്രോങ് ആക്കി. അങ്ങനെ അയിന് അവളോട് ഹാരിയെക്കുറിച്ച് പറയാൻ തുടങ്ങി. കോളേജിൽ എൻ്റെ 2 വർഷം സീനിയറായിരുന്നു ഹാരി. എന്നിട്ട് അവനെ ഞങ്ങൾ അറിയാൻ കാരണം അവൻ്റെ പാട്ട് തന്നെയാണ്. കോളേജിൽ അവനോട് ക്രഷ് വന്നാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല. അവനതൊന്നും മൈൻഡ് പോലും ചെയ്തിരുന്നില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഹാരിക്കൊരു കുട്ടിയെ ഇഷ്ടമാണെന്ന് കോളേജിലാകെ പരക്കുന്നത്. ഞങ്ങൾക്കൊക്കെ ആ കുട്ടിയോട് ദേഷ്യമായിരുന്നു, പിന്നെ ആരാന്നറിയാനുള്ള ആകാംക്ഷയും. അങ്ങനെ കോളേജ് സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഹാരിയുടെ കോളേജ് ഇളക്കി മറിക്കുന്ന തരത്തിലൊരു കിടിലൻ സോങ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഹാരിയുടെ കൈ പിടിച്ചുകൊണ്ടൊരു സുന്ദരിക്കുട്ടി സ്റ്റേജിലേക്ക് കയറി വന്നു. അവിടെ വെച്ച് ഹാരി ഉറക്കെ ഐ ലവ് യു ഫാത്തിമ എന്ന് വിളിച്ചു പറഞ്ഞു. അതൊരു മാസ എൻട്രി ആയിരുന്നു. ഫാത്തി അവൻ്റെ സെയിം ക്ലാസ്മേറ്റ് ആയിരുന്നു. പഠിക്കാൻ മിടിക്കായിരുന്നു. പാവപ്പെട്ടൊരു വീട്ടിലെ കുട്ടിയായിരുന്നു അവൾ. അവളുടെ ഉമ്മ അവൾ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ മരിച്ചിരുന്നു. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഹാരിക്ക് അവളുടെ ഒരു പ്രത്യേക ഇഷ്ടമായിരുന്നു. അങ്ങനെ അവരുടെ പ്രേമ കോളേജ് മൊത്തം പരന്നു. ആർക്കും അസൂയ തോന്നിപ്പോവും അവരുടെ പ്രേമം കാണുമ്പോൾ. അത്രയ്ക്ക് മനോഹരമായിട്ടായിരുന്നു അവർ പ്രണയിച്ചിരുന്നത്. പക്ഷേ വിധി അവർക്കെതിരായിരുന്നു. അങ്ങനെ ഒരു അവധിക്കാലം എത്തി. എല്ലാവരും നാട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങി. അവർക്ക് രണ്ടുപേർക്കും ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ എല്ലാവരും അവധിക്കാലം ആഘോഷിക്കാൻ വീട്ടിലേക്ക് പോയി. അവധി കഴിഞ്ഞ് കോളേജിലെത്തിയ ഫസ്റ്റ് ഡേ ഞങ്ങളെല്ലാവരും അക്ഷരാർത്ഥത്തിൽ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയിരുന്നു. ഒരു മനസാക്ഷിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാഴ്ചയായിരുന്നു അത്. എന്തായിരുന്നു അത്? ഫാത്തി ക്ലാസ് മുറിയിൽ തൂങ്ങി നിൽക്കുകയായിരുന്നു. അതുമാത്രമല്ല, അവളുടെ ദേഹം മുഴുവൻ ചീഞ്ഞളിഞ്ഞിരുന്നു. ദിവസങ്ങൾ പഴക്കമുള്ള പോലെ. ഫാത്തിയാണെന്ന് പെട്ടെന്ന് മനസ്സിലായത് പോലുമില്ല. പിന്നീടാണ് അത് ഫാത്തിയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. ഹാരിയുടെ ആ നിലവിളി ഇന്ന് എൻ്റെ ചെവിയിൽ മുഴങ്ങി കേൾക്കുന്നുണ്ട്. അവനൊരു ഭ്രാന്തനെ പോലെ പെരുമാറാൻ തുടങ്ങി. അവളുടെ ആസ്തി കൊടുത്ത മറമാടാൻ പോലും സമ്മതിക്കാതെ അവൻ അതും കെട്ടിപ്പിടിച്ചിരുന്നു. അവൻ്റെ ഉപ്പ ഒന്ന് വലിച്ചഴിച്ച് കൊണ്ടുപോയതായിരുന്നു അവനെ. പിന്നീട് ഞങ്ങളാരും അവൻ ആ കോളേജിൽ കണ്ടിട്ടില്ല. പിന്നെ കാണുന്നത് നിന്റെ കല്യാണ ഫോട്ടോയിലാണ്. ഹാരി ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അയിനു. ഞങ്ങളെ തൻ്റെ അവസ്ഥയിൽ അവളോട് പറഞ്ഞു. ഹാരി ഞാൻ കല്യാണം കഴിച്ചെന്ന ഒറ്റ കാരണം കൊണ്ട് ഒരുമിച്ച് 2 ഇടങ്ങളായി ജീവിക്കുന്ന 2 വ്യക്തികൾ മാത്രമാണ്. എന്തിനാവും ഫാത്തി എന്ന് അങ്ങനെ ചെയ്ത്? പിന്നീട് ആരും അതിനെപ്പറ്റി അന്വേഷിച്ചില്ലേ? നേഹല ചോദിച്ചു. ഇല്ലടി, പോലീസ് വന്നു. അവർക്ക് അന്വേഷണത്തിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ നേഹയുടെ മനസ്സിൽ ഒരുപാട് സംശയങ്ങൾ മുളപൊട്ടി. വീട്ടിലെത്തി കുളി നിസ്കാരം കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഹാരി റൂമിലേക്ക് വരുന്ന ഹാരിയെ തന്നെ നോക്കി. ഹാരി കടന്നുപോയ വഴികൾ ആലോചിച്ചു. അവൾക്ക് അവനോട് സഹതാപം തോന്നി. അന്ന് രാത്രി കിടന്നിട്ട് നേഹക്ക് ഉറക്കം വന്നില്ല. അവൾ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. നല്ല നിലാവുള്ള ദിവസമായിരുന്നു. ഒരു ഇളം കാറ്റും അവളെ തലോടിക്കൊണ്ടേയിരുന്നു. ഇരുട്ടിൻ്റെ അകത്തളങ്ങളിലേക്ക് നോക്കി അവൾ എന്തൊക്കെയോ ആലോചിച്ചു. പഠിക്കാൻ മിടുക്കി, ഹാരിയെപ്പോലെ ജീവൻ കൊടുക്കാനും തയ്യാറായി നിൽക്കുന്ന ഒരു കാമുകൻ. സന്തോഷത്തോടെ അവധിക്കാലം ആഘോഷിക്കാൻ പോയ അവൾ എങ്ങനെ? എന്തിനാവും ആ ക്ലാസ് മുറിയിലേക്ക് തന്നെ തിരിച്ചു വന്ന് ഇങ്ങനെ ചെയ്തേ? ഇനി അവൾ ആരെങ്കിലും കൊന്നതാവുമോ? ആ ഒരു ചിന്ത അവളുടെ മനസ്സിൽ ഉടലെടുത്തു. ഹാരിയോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാലോ എന്നവൾ ചിന്തിച്ചു. ഹാരി ഇങ്ങനെ പ്രതികരിക്കുന്ന അറിയില്ല. വേണ്ട, അവൾ സ്വയം പിറുവിറുത്തു. പിറ്റേന്ന് നേരം പുലർന്നു. ഉമ്മയുടെ കൂടെ അടുക്കളയിൽ കയറി എല്ലാം റെഡിയാക്കാൻ ഹെൽപ്പ് ചെയ്തു. ഉമ്മ, മോളെ പറ, ഞാൻ കുറച്ച് ദിവസം വീട്ടിലൊന്ന് പോയി നിന്നോട്ടെ. അതിനെന്താ മോളെ, മോള് പോയി സന്തോഷമായിട്ട് വായോ. ഓക്കെ ഉമ്മ. മോളെ, ഉമ്മ, നീ പോകുന്ന കാര്യം ഹാരിയോടൊന്ന് പറഞ്ഞേക്കണേ. ഉമ്മ, പറഞ്ഞോളാം. അങ്ങനെ അവൾ മെല്ലെ അവൻ്റെ അടുത്തേക്ക് ഒരു കപ്പ് കോഫിയുമായിട്ടെത്തി. ഹാരിക്ക, ഞാൻ വീട്ടിലേക്കൊന്ന് പോട്ടെ, 1 വീക്ക് കഴിഞ്ഞ് വരാം. ഞാൻ കൊണ്ടുവിടണോ? അവൻ ആദ്യമായി അവളോട് ചോദിച്ചു. വേണ്ട, ഞാൻ തനിയെ പോയിക്കോളാം, അവൾ മറുപടി പറഞ്ഞു. വീട്ടിൽ നിന്നിറങ്ങിയ നേഹ നേരെ ബസ് കയറിയത് ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു. പോലീസ് സ്റ്റേഷന് മുമ്പിൽ നിന്ന് അവളൊന്ന് ചിന്തിച്ചു. കയറണോ വേണ്ടേ? അവസാനം വരുന്നിടത്ത് വെച്ച് കാണാമെന്ന ആത്മവിശ്വാസിൽ അവൾ അകത്തേക്ക് കയറി. അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസുകാർ അവളോട് ചോദിച്ചു. എന്തിനാ വന്ന്? എന്ത് പറയണമെന്ന് അവൾക്കൊരു ബോധം പോലും ഇല്ലായിരുന്നു. ഏയ് കുട്ടി, തന്നോട് ചോദിച്ച് എന്ത് വേണം? പരാതി തരാനാണോ? അല്ല. പിന്നെന്താ വേണ്ടത്? എനിക്ക് 3-4 വർഷം മുമ്പ് ഒരു കേസിനെ കുറിച്ച് അറിയാനായിരുന്നു. ഓക്കെ, വിളിക്കാട്ടോ. ഇവിടെ ഇരുന്നോളൂ, സാറ് വിളിക്കും. നേഹയുടെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടിക്കൊണ്ടേയിരുന്നു. ഒരു ലേഡി പോലീസ് വന്ന് അവളുടെ ഡീറ്റെയിൽസ് ചോദിച്ച് മനസ്സിലാക്കി. കുറച്ച് സമയം കഴിഞ്ഞു. കുട്ടി വന്നോളൂ, സാറ് വിളിക്കുന്നുണ്ട്. നേഹലയല്ലേ? യെസ് സർ. പറയൂ, എന്താണ് അറിയേണ്ടത്? അവൾ പറഞ്ഞു തുടങ്ങി. ഇവിടെ അടുത്തുള്ള വിവേകം കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥിയിലെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ മരണമായിട്ടുള്ള ബന്ധം, ആ കേസ് അറിയാനായിരുന്നു. ഓഹോ,
4 വർഷത്തോളായില്ലേ കുട്ടി. പുറത്തേക്ക്, ഞങ്ങൾ ഫയലൊന്ന് സെർച്ച് ചെയ്തോട്ടെ. ഓക്കെ സാർ. അതും പറഞ്ഞ് അവൾ പുറത്തേക്ക് ഇറങ്ങി. ഒരുപാട് നേരത്തിന് ശേഷം അവർക്ക് ആ കേസ് ഫയൽ കിട്ടി. കുട്ടി, ഫയൽ കിട്ടി. പക്ഷേ അത് കുട്ടിക്ക് തരാൻ അല്ലെങ്കിൽ ഡീറ്റെയിൽസ് കൈമാറാൻ ഞങ്ങൾക്ക് നിയമപരമായിട്ട് പറ്റില്ല. പ്ലീസ് സർ. നോ, സോറി, തരാൻ പറ്റില്ല. കേസ് റീഓപ്പൺ ചെയ്യാനോ അല്ലെങ്കിൽ അടുത്ത കുടുംബാംഗങ്ങൾ കോടതി മുഖാന്തരം ഇടപെട്ടാലേ തരാൻ പറ്റൂ. സോറി നെഹ്ല. ആ പ്രതീക്ഷയെ നശിച്ചു എന്ന നിലയിൽ നിരാശയോടെ അവൾ പുറത്തേക്ക് ഇറങ്ങി. ഏയ് നെഹ്ല, 1 മിനിറ്റ്. നെഹ്ല തിരിഞ്ഞു നോക്കി. താൻ ചോദിച്ചാൽ കേസ് ഫയൽ ഞാൻ എടുത്തുതരാം. പക്ഷേ നിനക്ക് എന്തിനാ എന്ന ചോദ്യമായി നേരത്തെ പോലീസ് സ്റ്റേഷൻ കണ്ട കോൺസ്റ്റബിൾ നെഹ്ല ആദ്യമൊന്ന് പേടിച്ചു. എൻ്റെ പേര് ഫസൽ, ഞാനിവിടുത്തെ കോൺസ്റ്റബിളാ. തന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം. പടച്ചോനെ നേരിൽ കണ്ട അവസ്ഥയായിരുന്നു അവൾക്ക്. അവൾ കാര്യങ്ങളെല്ലാം ഫസലിനോട് പറഞ്ഞു. അവളുടെ സംശയം അയാളുമായി ഷെയർ ചെയ്തു. ഫസൽ പോലീസായി ഡ്യൂട്ടി എടുത്ത അന്ന് തന്നെ അവരുടെ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ കേസായിരുന്നു അത്. അതുകൊണ്ട് തന്നെ അന്ന് ആ കേസ് അന്വേഷിച്ച് കണ്ടെത്താൻ വലിയ ആഗ്രഹമായിരുന്നു. പിന്നെ സ്വാഭാവിക മരണമാണെന്ന് പറഞ്ഞ് അന്നത്തെ പോലീസ് ഓഫീസർ ഇതിനെ തള്ളിക്കളഞ്ഞു. അന്ന് തൊട്ട് ഈ കേസിന്റെ മനസ്സിൽ കിടക്കാൻ തുടങ്ങിയതാ. 4 വർഷം മുന്നേ ഈ കേസ് അന്വേഷിച്ചപ്പോൾ തനിക്കുണ്ടായിരുന്ന അതേ സംശയം തന്നെയാണ് നെഹ്ലയിലും അവൻ കണ്ടത്. മറ്റു പോലീസുകാരുടെ കണ്ണുവെട്ടിച്ച് അവൻ അന്നത്തെ കേസ് ഡീറ്റെയിൽസ് എടുത്തു. നെഹ്ല അവിടെ വീട്ടിലെത്തി ഫ്രഷായി. എന്താ മോളെ, നീ ഒറ്റയ്ക്ക് പോന്നേ? ഹാരി മോനെ കൂട്ടായിരുന്നില്ലേ? ഉമ്മ അവളോട് ചോദിച്ചു. ഉമ്മ, ഹാരിക്കാക്ക് ഓഫീസിൽ ലീവ് കിട്ടിയില്ല, അതാ തനിയെ പോന്ന്. ഞാനൊന്ന് കിടക്കട്ടെ ഉമ്മ എന്ന് പറഞ്ഞ് അവൾ കിടന്നു. മയക്കത്തിലേക്ക് വഴുതി വീണു. തൂങ്ങി നിൽക്കുന്ന ഫാത്തിമയുടെ അസ്ഥി കൂടെ അവളുടെ മുഖത്തേക്ക് വീഴുന്നു. ഉമ്മാ! അവൾ ഉറക്കെ വിളിച്ച് ഞെട്ടി ഉണർന്നു. ഉമ്മ ഓടി വന്നു. മോളെ, വാതിലുറക്ക്. നെഹ്ല വാതിൽ തുറന്നു. എന്താടി? ഏയ് ഒന്നുമില്ലമ്മ, ഞാനൊരു സ്വപ്നം കണ്ട് പേടിച്ച. കുഴപ്പമൊന്നുമില്ല, ഉമ്മ പോയിക്കോ. ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. അതും പറഞ്ഞ് ഉമ്മ താഴേക്ക് പോയി. അവൾ ജനാല തുറന്ന് പുറത്തേക്കൊന്ന് നോക്കിയിരുന്നു. അപ്പോഴാണ് അവിടെ ഫോൺ റിങ് ചെയ്യുന്നത്. ഫസൽ സാറിൻ്റെ കോളായിരുന്നു. ആ പറയൂ സാർ. നെഹ്ല, നമ്മുടെ സംശയം ശരിയാവാനൊരു ചാൻസ് ഉണ്ട്. ഫാത്തിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ശരീരത്തിൽ വിഷത്തിൻ്റെ അളവുണ്ടെന്ന് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ അന്നത്തെ കേസ് അന്വേഷിച്ചവരാരും ഇതിനെപ്പറ്റി പറയുന്നിട്ടില്ല. എന്തൊക്കെയോ പ്രശ്നമുണ്ട് നെഹ്ല, നമുക്ക് കണ്ടെത്താം. പിറ്റേ ദിവസം അവർ രണ്ടുപേരും ഫാത്തി പഠിച്ച കോളേജിലെത്തി. ഫസൽ സാറിന്റെ സഹായത്തോടെ ആ ഒരു വിവരങ്ങൾ മനസ്സിലാക്കി. അവിടെയുള്ള എല്ലാവർക്കും ഹരിയെയും ഫാത്തിയെയും കുറിച്ച് നല്ല മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. അവർക്ക് കേസിന് ആവശ്യമായ ലീഡൊന്നും അവിടുന്ന് കിട്ടിയില്ല. അങ്ങനെ അവരവിടുന്ന് ഇറങ്ങി. ഫസൽ ഫാത്തിയുടെ ഫാമിലിയെക്കുറിച്ച് അന്വേഷിച്ചു. ഫസൽ നെഹ്ലയെ വിളിച്ചു. ഹലോ നെഹ്ല, നമുക്ക് നാളെ രാവിലെ കോഴിക്കോട് വരെ ഒന്ന് പോകണം. അയ്യോ സാർ, ഞാനിങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങും. എന്തെങ്കിലും പറഞ്ഞ നാളെ മോർണിംഗ് ആയോ? ഞാൻ ടൗണിൽ വണ്ടി കൊണ്ട് നിൽക്കാം, എത്തിയെന്ന് വിളിക്ക്. അതും പറയാൻ കോൾ കട്ട് ചെയ്തു. ഓക്കെ. നേഹ ആകെ ടെൻഷനായിരുന്നു. എന്തു പറയും, വീട്ടിൽ നിന്ന് എങ്ങനെ പുറത്തിറങ്ങും? മോളെ നേഹ, ഭക്ഷണം കഴിക്കാൻ വാ. നേഹയുടെ ഉമ്മ അവളെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഉമ്മ, ഞാൻ നാളെ എൻ്റെ ഫ്രണ്ട് ഷാഹിനയുടെ അനിയത്തിയുടെ നിക്കാഹിന് പോകും. മോളെ, നിന്റെ കല്യാണത്തിനുണ്ടായിരുന്ന ആ കുട്ടിയല്ലേ ഷാഹിന? ആ വാപ്പി, അവൾ മറുപടി പറഞ്ഞു. അല്ല മോളെ, ആ കുട്ടിയുടെ വീട് കോഴിക്കോടല്ലേ? ആ. അത്ര ലോങ്ങൊക്കെ മോൾ ഒറ്റയ്ക്ക് പോവോ? ഇല്ല വാപ്പ, ഹാരിക്കാക്കുണ്ട്. അവൾ കള്ളം പറഞ്ഞു. ഹാരി ഓഫീസിൽ നിന്ന് എത്താന്ന് പറഞ്ഞിക്കണു. ഓക്കെ, മോള് പോയി വാ. വാപ്പ സമ്മതം കൊടുത്തു. രാവിലെ പോകാൻ റെഡിയായിട്ട് അവൾ ഇറങ്ങി. വാപ്പ അവളുടെ കയ്യിൽ കുറച്ച് പൈസ കൊടുത്തു. വാപ്പി, എന്തിനാ ഇത്? എനിക്ക് വേണ്ട, എൻ്റെ കയ്യിലുണ്ട്. വേണ്ട, മോളിത് കയ്യിൽ വെച്ചു, ഒരു ദൂരയാത്രയല്ലേ. അവളുടെ കണ്ണ് നിറഞ്ഞു. വാപ്പിയുടെ അടുത്ത് എല്ലാം പറഞ്ഞാലോ എന്ന് ചിന്തിച്ചു. ഇനി പറഞ്ഞാൽ വാപ്പ സമ്മതിച്ചില്ലെങ്കിൽ കഷ്ടപ്പെട്ടെല്ലാം വെറുതെ ആവും. അവൾ വീട്ടിൽ നിന്നിറങ്ങി. വാപ്പി, പോയി വരാം. അസ്സലാമു അലൈക്കും. വാലൈക്കും സലാം. അങ്ങനെ നേഹയും ഫസലും ഫാത്തിയുടെ നാട്ടിലേക്ക് യാത്രയായി. ഫസലിൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഫാത്തിയുടെ ഫാമിലി ഡീറ്റെയിൽസ് കിട്ടിയത്. നേഹയുടെ ഫോൺ ബില്ലടിച്ചു. ഹാരിയുടെ ഉമ്മയായിരുന്നു. മോളെ, സുഖമല്ലേ? ആ ഉമ്മ, അൽഹംദുലില്ലാ, സുഖമായിട്ടിരിക്കുന്നു. മോളെ, ഹാരി നിന്നെ വിളിച്ചിരുന്നോ? ഏയ് ഇല്ല ഉമ്മ. ഉമ്മാക്കറിയില്ലേ ഹാരിക്ക് എൻ്റെ അടുത്ത് മിണ്ടില്ലാന്ന്? സാരല്ല, എല്ലാം ശരിയാവും. ഉമ്മ ദുആ ചെയ്യുന്നുണ്ട്, ഇൻഷാ അല്ലാഹ്. നേഹ മറുപടി കൊടുത്തു. മോളെ, നീ വീട്ടിലില്ലേ? ഇല്ലമ്മ, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊരു കല്യാണമുണ്ട്, അങ്ങോട്ട് പോകും വഴിയാ. ഒറ്റക്കാണോ മോളെ പോകുന്നത്? അല്ല, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഈ വിവരം പറഞ്ഞ രാവിലെ ഹാരിക്കാക്കുൻ്റെ ഫോണിൽ വിളിച്ചു, എടുത്തില്ല. ഉമ്മാക്കറിയാലോ എൻ്റെ കോളായി എടുക്കൂലെന്ന്. പോട്ടെ മോളെ, കല്യാണം കൂടി സന്തോഷമായിട്ട് വായോ. നിനക്ക് ഈ ഉമ്മയില്ലേ? അത് മതി എനിക്ക്. ഇപ്പം 2 ഉമ്മാരെ കിട്ടിയല്ലോ, അൽഹംദുലില്ലാ, അത് മതി. അങ്ങനെ ഉമ്മ ഫോൺ വെച്ചു. കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം അവരവിടെ എത്തി. ഒരു പഴയ ഓടിട്ട വീട്, മതിൽമേൽ ഫാത്തിമ മൻസിൽ എന്ന് എഴുതി കണ്ടു. അങ്ങനെ അവർ അകത്ത് പോയി. അപ്പോൾ ആ വീട്ടിൽ ആരുമില്ല. ആ വീടിന്റെ പുറകിൽ ഒരു 2 നില വീട് കണ്ടു. അവിടെ പോയി ബെല്ലടിച്ചപ്പോൾ ഒരു മധ്യവയസ്കൻ പുറത്തു വന്നു. ആരാ? ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലേക്ക് വന്നോ, അവിടെ ആരുമില്ലേ? അയാൾ മറുപടി പറഞ്ഞു. ആ, അതെൻ്റെ തറവാട് വീടാ. 2 വർഷമായി ഞാൻ ഈ പുതിയ വീട്ടിലാണ് താമസം. വാ, കയറിയിരിക്ക്. നിങ്ങൾക്കെന്താ അറിയേണ്ടത്? ഫസൽ പറഞ്ഞു തുടങ്ങി. നിങ്ങളുടെ മകളാണോ ഫാത്തിമ? അല്ല, എൻ്റെ പെങ്ങളുടെ മോളായിരുന്നു.
ഞങ്ങൾ ആറ്റിങ്ങൽ സ്റ്റേഷനിൽ നിന്ന് വരിക. എൻ്റെ പേര് ഫസൽ. ഇത് അവിടുത്തെ ഒരു സ്റ്റാഫാണ്, നെഹ്ല. ഞങ്ങൾ ഫാത്തിമയെ കുറിച്ച് അറിയണം. അയാൾ പറഞ്ഞു. അവളെ പ്രസവിച്ചോടെ ആ പ്രസവത്തിൽ അവളുടെ ഉമ്മ മരിച്ചു. ഞങ്ങൾ അവൾക്ക് ഫാത്തിമ എന്ന് പേരിട്ടു. എൻ്റെ ഉമ്മ, അതായത് ഫാത്തിമയുടെ ഉമ്മാമയാ അവളെ നോക്കിയതും വളർത്തിയതൊക്കെ. അവളുടെ ഉമ്മ മരിച്ചേ പിന്നെ അവളെ നോക്കാൻ തയ്യാറായിരുന്നില്ല. ഫാത്തിമ മരിച്ച് 2 വർഷം തികയും മുമ്പേ ഉമ്മയും മരിച്ചു. ഫാത്തിമ അവധിക്ക് വീട്ടിൽ വന്നിരുന്നില്ലേ മരിക്കുന്നതിന് മുമ്പ്? ആ മോനെ, അവൾ വന്നു. അവളെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്നു. ആരിഫ് എന്നാണെന്ന് തോന്നുന്നു അവൻ്റെ പേര്. അവൾ വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവളെ കാണാൻ വന്നു. അപ്പം ഞാനും അവനും തമ്മിൽ വഴക്കായി. അവൾ എന്നെ തടഞ്ഞു. അവനെന്ന് അങ്ങനെ പോയി. വീണ്ടും 2 ദിവസം കഴിഞ്ഞിട്ട് അവൻ വന്നതിനോട് സോറിയൊക്കെ പറഞ്ഞു. ഫാത്തി എനിക്ക് ഇഷ്ടമാണ്, അവൾ എനിക്ക് കല്യാണം കഴിച്ചു തരുമെന്നും ചോദിച്ചു. അങ്ങനെ കോളേജ് തുറക്കുന്ന ഒരാഴ്ച മുന്നേ ആരിഫ് അവൻ്റെ ഫാമിലിയും വന്ന് കല്യാണക്കാര്യം സംസാരിച്ചു പോയി. അവൾക്ക് വലിയ സന്തോഷമായിരുന്നു. പിറ്റേ ദിവസം അവളുടെ കൂട്ടുകാരുടെ കൂടെ ഹോസ്റ്റലിൽ നിൽക്കാനുള്ള ഡ്രസ്സ് എടുക്കാനാണെന്നും പറഞ്ഞ് അവൾ പോയി. ഈവനിങ് ഒരു 4-4:30 ആയപ്പോൾ അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, ക്ലാസ് തുടങ്ങാൻ ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ മാമ, ഞാനിവിടെ ആറ്റിങ്ങിലടുത്തുള്ള ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിൽക്കാമെന്ന്. ഞാനും അത് മനസ്സോടെ സമ്മതിച്ചു. പിന്നീട് ഞാൻ അറിയുന്ന അവളുടെ മരണ വാർത്തയാണ്. ഞങ്ങൾക്ക് ഇപ്പോഴും അറിയില്ല അവൾ എന്തിനാ അങ്ങനെ ഒരു കടുങ്കൈ ചെയ്തെന്ന്. പിന്നെ ഫാത്തിമയ്ക്ക് ശേഷം ആരിഫ് അവൻ്റെ ഫാമിലി വന്നിരുന്നോ? ഞാൻ ചോദിച്ചു. ആ, വന്നിരുന്നു. അവൾ മരിച്ചു മരണാനന്തര കർമ്മങ്ങളെല്ലാം അവൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. ഫാത്തിമോള് മരിച്ചു മറവീത രാത്രി അവരിവിടെ തങ്ങി. അന്ന് ഞങ്ങളുടെ പഴയ വീട്ടിലായിരുന്നു. ആരിഫ് അവളുടെ മുറിയിൽ നിന്ന് മാറിയില്ല. മരിച്ചതിൻ്റെ പിറ്റേന്ന് പോകാൻ വേണ്ടി ആരിഫിനെ നോക്കിയപ്പോൾ ഞങ്ങളാരും കണ്ടില്ല. പിന്നെ ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അന്ന് രാത്രി മുഴുവൻ ഫാത്തിയുടെ കബറിടത്തിൽ ഒരു ചെറുപ്പക്കാരൻ കാവലിൽ നിന്നിരുന്നു എന്ന്. അവിടുന്ന് അവൻ്റെ വാപ്പയും ഞങ്ങൾ അവനെ വണ്ടി കയറ്റിയെങ്കിലും അവൻ ഇറങ്ങി വന്നു. അവളുടെ ഡ്രസ്സു, ഫോട്ടോ, ചെരുപ്പ് എല്ലാ ഓർമ്മകളും അവനെടുത്തു. ഒരു ഭ്രാന്തനെ പോലെ അവൻ പോയൊരു പോക്കുണ്ട്. ലോകത്തിൽ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരാളുണ്ടാവില്ലെന്ന് പോലും തോന്നിപ്പോയി. എന്ത് ചെയ്യാനാ, ആ മോൻ്റെ സ്നേഹം കിട്ടാൻ നിൽക്കാതെ മാമൻ്റെ മോള് പോയല്ലോ എന്നും പറഞ്ഞ ആൾ കരച്ചിലായി. നിങ്ങൾക്ക് എത്ര കുട്ടികളാണ്? എനിക്ക് 2 പെൺമക്കളാ. മൂത്ത മകളും ഫാത്തിമ ഒരേ ക്ലാസ്സിലായിരുന്നു. അവളിപ്പോൾ ഇവിടെ ഇല്ല, ബാംഗ്ലൂരിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുക. 2ാമത്തെ മോൾ ഇവിടെ ഉണ്ട്. ഓക്കെ. സാറേ, എന്താ ഇപ്പോൾ ഇങ്ങനെ ഒരു അന്വേഷണം? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പഴയ ഫയൽ നോക്കിയപ്പോൾ ഒന്ന് എൻക്വയറി ചെയ്യാൻ വന്നാ. നിങ്ങൾക്ക് മരണത്തിൽ ദുരൂഹഫലം തോന്നിയിട്ടുണ്ടോ? ഞാൻ ചോദിച്ചു. ഇല്ല സാർ. എന്താ സാർ, വല്ല പ്രശ്നമുണ്ടോ? വെറുതെ ചോദിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളുടെ മൂത്ത മോളുടെ നമ്പരും തരുമോ? അയ്യോ, അവൾക്ക് ഫോണില്ല. അതെന്താ? ഞാൻ ചോദിച്ചു. അത് അവളുടെ ഫോണ് കംപ്ലൈൻറ്റാ. 4 നമ്പറുണ്ടാവുമല്ലോ, അതായോ? സർ, ഞാനാണ് ആ നമ്പർ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. എന്നാ ഓക്കെ. അങ്ങനെ അവർ അവിടെ നിന്നും മടങ്ങി. പോകും വഴിയിൽ ഞാൻ ഫസലിനോട് ചോദിച്ചു, സർ, അവരിൽ നിന്ന് നമുക്കൊന്നും കിട്ടിയില്ലല്ലേ? ഫസൽ പുഞ്ചിരിച്ചു പറഞ്ഞു, ആര് പറഞ്ഞൊന്നും കിട്ടിയില്ല എന്ന്? അയാൾ നമ്മളോട് പറഞ്ഞാലും ഞാൻ വിശ്വസിച്ചോ? ആ സർ, സാറ് കേട്ടല്ലേ, അയാൾ പറഞ്ഞിട്ട് എനിക്കൊരു കള്ളത്തിലൊന്നും തോന്നിയില്ല. മോളെ നെഹ്ല, നിനക്ക് മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലായി. അയാൾ നമ്മളോട് പറഞ്ഞെല്ലാം മുൻകൂട്ടി പഠിച്ചിരുന്നു. അയാൾക്ക് ഒന്നിലൊരു സംശയമില്ല. തൻ്റെ മകളുടെ നമ്പരും ഇല്ല, ഫോണും ഇല്ല. അയാൾ നമ്മളിൽ നിന്ന് എന്തൊക്കെയോ ഒളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം അയാൾ നമ്മളോട് പറഞ്ഞാൽ കള്ളായിരുന്നോ? അങ്ങനെയല്ല. നീ സമാധാനപ്പെട്, വഴിയുണ്ട്. സർ, എന്താ ഇത്രയും സംശയം ഉണ്ടായിട്ടും അയാളൊന്ന് സ്ട്രോങ് ആയിട്ട് ചോദ്യം ചെയ്യാത്തത്? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മളെല്ലാം വിശ്വസിച്ചെന്ന വിശ്വാസത്തിലാണ് അയാൾ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. വീട്ടിൽ നിന്ന് ഉപ്പ് വിളിക്കേണ്ടി വല്ലാണ്ട് അവൾ ഫോൺ എടുത്തു. വാപ്പി, മോളെ നീ എന്തോന്ന് വിളിക്കാത്തെ? വിളിച്ചിട്ടാണ് ഈ ഫോൺ എടുക്കുന്നില്ല. ഞാനാകെ ടെൻഷനായി. ഇല്ല വാപ്പി, ഞാനങ്ങോട്ട് തിരിച്ചു പോരുക. 1 മണിക്കൂറിനുള്ളിൽ വീട്ടിലെത്തും ഇൻഷാല്ലാ. വാപ്പി ടെൻഷൻ ആവണ്ട. ഓക്കെ മോളെ. സർ, ഞാൻ നാളെ ഹാരിയുടെ വീട്ടിലേക്ക് പോകും. ഓക്കെ. സർ, ഇനി നമുക്ക് മുന്നോട്ട് വല്ല ഹോപ്പുണ്ടോ? തീർച്ചയായിട്ടും, നീ ടെൻഷൻ ആവണ്ട. ഓക്കെ. അങ്ങനെ വീടെത്തി. ബൈ സർ, കാണാം. അവന് യാത്ര പറഞ്ഞു പോയി. മോളെ, കല്യാണമൊക്കെ ഉഷാറായില്ലേ? പിന്നിലാണ്ട് എല്ലാം ഉഷാറായി. അവര് നിങ്ങളൊക്കെ അന്വേഷിച്ചു വാപ്പി. ഉമ്മയുടെ? അവള് നിസ്കരിക്കാൻ മോളെ. ഉമ്മ. എന്താടി, നിസ്കാരം കഴിഞ്ഞോ? മോളെ.
അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു പോയി. ഒരു ദിവസം അവൾ ഫസൽ സാറിനെ വിളിച്ചു. നഹല, ഞാൻ ചെറിയൊരു തിരക്കി പെട്ടു. പിന്നെ നിന്നെ വിളിക്കാൻ ടൈം കിട്ടിയില്ല. കുഴപ്പമില്ല സാർ. നഹല, ഞാൻ നാളെ ഒന്നുകൂടെ ഫാത്തിമയുടെ വീട്ടിൽ പോകും. എന്തിനു സാർ? അത് ഞാൻ പോയി എന്നിട്ട് പറയാം. ഓക്കെ സാർ. അവൾ മറുപടി പറഞ്ഞ് ഫോൺ വെച്ചു. വർക്കൊക്കെ കഴിഞ്ഞ് ഹാരി എത്തിയപ്പോഴെങ്കിൽ രാത്രിയായിരുന്നു. മോനെ ഹാരി, ഭക്ഷണം എടുത്ത് വെക്കട്ടെ? ഉമ്മ അവനോട് ചോദിച്ചു. വേണ്ടമ്മ, നിങ്ങൾ കഴിച്ചോളി. അവൻ മറുപടി പറഞ്ഞു. വേണ്ടാത്തവർക്ക് വേണ്ട. റംല, ഈ ചോറെടുത്ത് കഴിച്ചേ. ഉപ്പ കുറച്ച് ഉറക്കെ പറഞ്ഞു. എന്തോ നേക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല. അവളും കഴിക്കുന്ന പോലെ കാണിച്ചൊന്നും കഴിക്കാതെ എണീറ്റു. മോളെ, നീ എന്തോന്നും കഴിക്കാത്ത? അവൾക്കും അവനെ പോലെ വിശപ്പുണ്ടാവില്ല റംല. ഉപ്പ അവളെ കളിയാക്കി. ഏയ്, എനിക്ക് വേണ്ടായിട്ടാ. അവൾ അതുമാറി റൂമിലേക്ക് ചെന്നു. അവളെ കണ്ടത് ഹാരി എന്തോ എടുത്തു മാറ്റി വെച്ചു. എന്തായിരിക്കും? അവളൊന്ന് ആലോചിച്ചു. അവൻ അവിടെ നിന്ന് മാറി കോട്ടി ഹാളിലേക്ക് വന്നിരുന്നു. മെല്ലെ നേഹയും ഹാരിക്ക് പുറകിൽ നിന്ന് വന്ന് നോക്കി. ഹാരിയുടെ കയ്യിൽ എന്തോ ഉണ്ട്. അവൾ പുറകിൽ നിന്ന് ഒറ്റപ്പെടുത്തും. ഹാരി ദേഷ്യത്തോടെ എണീറ്റു. നേഹ കളിക്കലേ, അത് തായോ? ഇല്ല, തരില്ല. നേഹ മറുപടി പറഞ്ഞു. അപ്പൻ്റെ ഹാരിക്കാക്കൊരു ചൂടാവാനും സംസാരിക്കാനൊക്കെ അറിയാലേ. നേഹത്ത് തരാനാ പറഞ്ഞു. തായോ? ഹാരി അവളോട് ചൂടാവാൻ തുടങ്ങി. തന്നില്ലെങ്കിലോ? നേഹ ഹാരിയെ ദേഷ്യം കൂട്ടാൻ വേണ്ടി പറഞ്ഞു. വീണ്ടും ഹാരി തരാൻ പറഞ്ഞു. അവൾ അതിലേക്ക് നോക്കി അവന് കൊടുത്തു. ഹാരി അതും കൊണ്ട് ആദ്യ പിടിച്ച് റൂമിലേക്ക് പോകും വഴി നേഹ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. മോനെ ഹാരി, ഇതാണോ നിന്റെ കൽബിൽ കയറി കൂടിയ സുന്ദരി ഫാത്തിമ? അവനൊന്ന് തിരിഞ്ഞു നോക്കി. ഒന്നും മിണ്ടാ റൂമിൽ കയറി ഡോറടച്ചു. സുബി നമസ്കാരം കഴിഞ്ഞ് അവൾ ഖുർആൻ പാരായണത്തിലായിരുന്നു. അപ്പോഴാണ് ഫസൽ സാറിന്റെ കോള്. അവൾ വേഗം ഫോൺ എടുത്തു. ഹലോ സർ. നഹല, എനിക്ക് നിന്നെ ഒന്ന് കാണണം ഇന്ന് ഈവനിങ്. സർ, ഞാൻ എവിടെയാ വരണ്ടേ? നീ നമ്മുടെ ടൗണിൽ ഗാർഡൻ ക്ലബിൽ വായോ? ഓക്കെ സാർ. നേഹ സമ്മതം മൂളി. അങ്ങനെ അവൾ ഫസൽ സാറിന്റെ അടുത്തെത്തി. സർ, ഇന്നലെ പോയിട്ട് എന്തായി? നേഹ ചോദിച്ചു. ഭാഗ്യം എന്ന് പറയാം. ഞാൻ ഇന്നലെ അവിടെ എത്തിയപ്പോൾ അയാളുടെ മൂത്ത മകൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നിരുന്നു. ഞാൻ അവളെ പുറത്തേക്ക് നിർത്തി ചോദ്യം ചെയ്തു. അവൾക്ക് അവിടെ ഉപ്പ പറഞ്ഞാൽ കുറച്ചും കൂടെ വ്യത്യാസമുള്ള കഥയായിരുന്നു പറയാൻ. ഫസൽ പറഞ്ഞു തുടങ്ങി. അന്ന് കോളേജ് അടച്ചു. ഞാൻ അവൾ ഒരുമിച്ച് മടങ്ങി. ഉപ്പ വന്നിരുന്ന എന്നെയും ഫാത്തിയെയും കൂട്ടാൻ. എന്നിട്ടോ? ഫസൽ അവളോട് ചോദിച്ചു. ഞങ്ങൾ വീട്ടിലെത്തി. പിറ്റേന്ന് അവളെ പെണ്ണിയോദിക്കാൻ ഹാരിയവൻ്റെ ഫാമിലിയും ഞങ്ങളുടെ വീട്ടിലെത്തി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് കല്യാണം ഉറപ്പിച്ചു. ഹാരി അവളെയും കൊണ്ട് പോയിക്കോട്ടെ എന്ന് ചോദിച്ചു. ഉപ്പാൻ്റെ അടുത്തേക്ക് വന്നു. അന്ന് ഫാത്തിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഉപ്പ ഫാത്തിയെ തനിച്ച് വിട്ടില്ല. എന്നോടും കൂടെ പോകാൻ പറഞ്ഞു. അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകാൻ വണ്ടിയിൽ കയറി. നിന്റെ പേരെന്താ? എൻ്റെ പേര് ആമി. അവൾ മറുപടി പറഞ്ഞു. ആമിയുടെ മാല ഡയമണ്ട് ആണോ? നോ സർ, ഫാൻസിയാ. ഓ, എന്താ സർ? ഒന്നുമില്ല, നല്ല ചന്തമുണ്ട്, അതുകൊണ്ട് ചോദിച്ചാ. അങ്ങനെ ഞങ്ങൾ പോയിട്ട് ബർത്ത്ഡേ പാർട്ടി നടത്തി. പരിപാടി കഴിഞ്ഞ് ഹാരി ഞങ്ങൾ വീട്ടിലാക്കി. പിന്നെ കോളേജ് തുറക്കാൻ ഒരാഴ്ച ബാക്കിയൊക്കെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനെന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ നിന്ന് പോയി. പിന്നെ കോളേജ് ഫസ്റ്റ് ഡേ ആണ് അവളെ കാണുന്നത്. അതും പറഞ്ഞ് അവൾ നിർത്തി. ഇത്രയും കാര്യങ്ങൾ നേഹ ഫാത്തിയുടെ മാമൻ്റെ മോള് പറഞ്ഞ്. പിന്നെ എന്തുണ്ടായി സർ? ഒരു എത്തുമ്പിടിയില്ലല്ലോ. നേഹ, നീ ഇങ്ങനെ വേവലാതിപ്പെടാതെ. ഞാൻ അവിടെ കൊണ്ട് അവസാനിപ്പിച്ചിട്ടില്ല. വീണ്ടും കോളേജിൽ പോയി. അവിടുത്തെ സെക്യൂരിറ്റിയെ കണ്ടു. അവധിക്ക് നാട്ടിൽ പോകാൻ ക്ലാസ് മുറികൾ അടക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ. സെക്യൂരിറ്റി പറഞ്ഞു. ഫാത്തിയുടെ ക്ലാസ് ഇറങ്ങാൻ ചെന്നപ്പോൾ ഫാത്തി ആരെയും ക്ലാസ് മുറിയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. മതി, രണ്ടാളൊന്ന് ഇറങ്ങി, ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പോവാൻ. അപ്പം ഹാരി എന്നോട് പറഞ്ഞു. ഓ, എൻ്റെ നാരായണ കേട്ടോ, നിങ്ങൾ ബാക്കി ക്ലാസ്സൊക്കെ ലോക്ക് ചെയ്തു പോയോ? അപ്പോഴേക്ക് ഇറങ്ങിത്തരാം. മക്കളെ, എൻ്റെ ജോലി പോണ കേസാ, വേഗം ആയിക്കോട്ടെ. ഓക്കെ നാരായണേട്ടാ. ഞാൻ ബാക്കി ക്ലാസ് മുറികളിൽ ലോക്ക് ചെയ്ത് താഴേക്ക് എത്തി. അപ്പോഴത്തെ തിരക്കിൽ ഞാനൊരു ക്ലാസ് മുറി അടക്കാൻ മറന്നു. പിന്നീട് കോളേജ് തുറന്ന് വന്നപ്പോഴാ ഈ സംഭവം കാണുന്നത്. ഈ വിവരമെന്ന് കോളേജ് മാനേജ്മെന്റ് പോലീസ് അറിഞ്ഞ ഞാൻ കുറ്റക്കാരനെന്ന ഭയമുള്ളതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. സാറിനോട് ക്ഷമിക്കണം. ഓക്കെ, സാറില്ല. ഫസൽ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. നാരായണ ഒരു ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തു പോയത് എപ്പോഴാന്ന് കണ്ടോ? ഇല്ല സാർ, ഞാനത് നോക്കിയില്ല. ഓക്കെ നാരായണ. അങ്ങനെ ഫസൽ അവിടെ നിന്ന് ഇറങ്ങി നേരെ കോളേജ് മാനേജറുടെ വീട്ടിലെത്തി. കോളേജിലെ CCTV കുറിച്ച് ചോദിച്ചു. മാനേജർ പറഞ്ഞു. CCTV സിസ്റ്റത്തിന് ചെറിയൊരു കംപ്ലൈന്റ് ഉള്ളതുകൊണ്ടും ഇനി 2 ഡേ കഴിഞ്ഞ് കുറച്ച് ദിവസം കോളേജ് അവധിയായതുകൊണ്ടും അത് അടുത്തുള്ള കടയിൽ ശരിയാക്കാൻ കൊടുത്തു. അതായിരുന്നു അയാളുടെ മറുപടി. ഇത്രയും വിവരങ്ങളാണ് നെഹ്ല എനിക്ക് കിട്ടിയത്. നെഹ്ല? സർ. ഇനി ഒരേ ഒരാളെ കൂടി ചോദ്യം ചെയ്യാനുണ്ട്. അതാരാ സർ? നേഹ ചോദിച്ചു. അത് നിന്റെ ഭർത്താവും ഫാത്തിമയുടെ കാമുകനും. നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് ലാസ്റ്റ് ഫാത്തിമ കണ്ടതായ ഒരേ ഒരാൾ ഹാരിഫ് റഹ്മാൻ. സർ, ഹാരിയാണോ ഇനി? ഏയ് നെഹ്ല, നീ അപ്പോഴും കാട് കയറിയോ? അതല്ല സർ. ഇതുവരെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ഇനി അറിയാനുള്ളതുമായ കാര്യങ്ങളൊക്കെ കൊണ്ടേ ഞാൻ അങ്ങനെ പറഞ്ഞു. ഓക്കെ സാർ, ഞാൻ ചോദിച്ചോളാം. വീട്ടിലെത്തി എങ്ങനെ ഈ കാര്യം ആര്യോട് അവതരിപ്പിക്കുന്ന ടെൻഷനിലായിരുന്നു. അപ്പോഴാണ് ഫസൽ സാറിന്റെ കോൾ വന്നത്. ഹലോ നെഹ്ല, അവനെത്തിയോ? ഇല്ല സാർ, ആവുന്നേ ഉള്ളൂ. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ബുദ്ധിപരമായിട്ട് വേണം അവനോട് ചോദിക്കാൻ. ഒരുപക്ഷെ അവൻ പറയാൻ തയ്യാറായെന്ന് വരില്ല. അപ്പം നീ കൂടുതൽ ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്. ഓക്കെ. നീ ഓക്കെ അല്ലേ നെഹ്ല? സർ. അത്രയും പറഞ്ഞ് ഫോൺ വെച്ച് ആൾ ക്ലോക്കിലേക്ക് കണ്ണു നട്ടിരുന്നു. സമയം 9 മണിയായി.
പുറത്ത് ബുള്ളറ്റിന്റെ ശബ്ദം കേട്ട് അവൾ മെല്ലെ കറക്റ്റ് നീക്കി നോക്കി. അയ്യോ, അത് ഹാരിയില്ലല്ലോ. അവൾ താഴേക്ക് ഓടിയെത്തി ഡോർ തുറന്നു. അതിന് ഹാരിയുടെ വണ്ടിയുടെ കീ ഇവിടെ തരാൻ പറഞ്ഞു. പിന്നെ അവൻ ഓഫീസിനെന്തൊരു ആവശ്യത്തിന് വേണ്ടി പുറത്തു പോവാ, വിളിക്കണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. ഓക്കെ. ഇതെല്ലാം അവൻ്റെ ഉമ്മ കേൾക്കുന്നുണ്ടായിരുന്നു. മോളെ, അവൻ നാളെ എത്തിക്കോളൂ, മോള് വന്ന് ഭക്ഷണം കഴിക്കുക. ഹാരിയുടെ ഉമ്മ അവളെ സമാധാനപ്പെടുത്തി. ഞാൻ കഴിച്ചോളാം, ഉമ്മ കഴിച്ചോളൂ. അവൾ കീ ഡെസ്കിൽ വെച്ച് മുകളിലേക്ക് ഓടിപ്പോയി. ഫോണെടുത്ത് വേഗം ഫസൽ സാറിനെ വിളിച്ചു. അനഹല, പറയൂ. സർ, ആരിന്ന് ഓഫീസിൽ എന്തൊരു ആവശ്യമുണ്ട്, പുറത്തു പോകണമെന്നും പറഞ്ഞു പോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഏയ് നഹല, താൻ ടെൻഷൻ ആവണ്ട, നാളെ വരുമല്ലോ, അപ്പോൾ ചോദിക്കാം. ഓക്കെ, ഗുഡ് നൈറ്റ്. നഹല ഫോൺ ബെഡിൽ വെച്ചു. കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നു. അവളുടെ മനസ്സിൽ എന്തൊക്കെയോ അലതല്ലിക്കൊണ്ടിരുന്നു. അവൾക്ക് എന്തോ ഹാരി പറഞ്ഞതിൽ കള്ളത്തിലുള്ള പോലെ ഫീലായി. അങ്ങനെ ഒരുപാട് സംശയങ്ങളും സങ്കടങ്ങളും മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു. അങ്ങനെ അവൾ എപ്പോഴും ഉറക്കിലേക്ക് വഴുതി വീണു. പിറ്റേന്ന് കാലത്ത് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ഫസൽ സാറിന്റെ ഒരുപാട് മിസ്ഡ് കോൾ ഉണ്ടായിരുന്നു. അവൾ വേഗം ഫോൺ എടുത്ത് ഫസൽ സാറിനെ വിളിച്ചു. ഫോൺ എടുത്ത പാടെ ഫസൽ ചോദിച്ചു, എവിടെയായിരുന്നു നെഹ്ല? ഫോൺ എടുക്കാത്ത എന്താ? സർ, ഒന്ന് ഉറങ്ങിപ്പോയി. നെഹ്ല, ഞാൻ നിനക്കൊരു വീഡിയോ അയച്ചിട്ടുണ്ട്, നീ ഫോൺ എടുത്ത് നോക്ക്. വീഡിയോ കണ്ട നേഹ ഞെട്ടിപ്പോയി. അവൾ കണ്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കോഴിക്കോട് വലിയപറമ്പിൽ വീട്ടിൽ താമസിക്കുന്ന ഹമീദും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽ. അതായിരുന്നു ന്യൂസ്. അവൾ തളർച്ചയോടെ കട്ടിലേക്ക് ഇരുന്നു. നേഹയുടെ ചെവിയിൽ നിന്നും ഘോരമായ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അവളുടെ ശരീരം മരവിച്ചു പോയിരുന്നു. കുറേ സമയം അവൾ അവിടെ തന്നെ ഇരുന്നു. അവളുടെ ശരീരം വിയർക്കാൻ തുടങ്ങി. പെട്ടെന്ന് ബെല്ലടിച്ചു. അത് കേട്ട് അവൾ ഞെട്ടി. ബെഡിൽ നിന്ന് എണീറ്റ് താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴേക്കും ഉമ്മ ഡോർ തുറന്നു. അത് ഹാരിയായിരുന്നു. എന്താ മോളെ, അവിടെ തന്നെ ഇന്ന് ചായ ഒന്നും വേണ്ടേ? ഹാരിയുടെ ഉമ്മ അവളെ വിളിച്ചു. മോനെ, ഈ ചായ കുടിച്ചിട്ടാണോ വന്ന്? ഇല്ല ഉമ്മ, നല്ല വിശപ്പുണ്ട്. ഉമ്മ ചായ എടുത്ത് വെക്ക്, ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. അതും പറഞ്ഞ് അവൾ റൂമിലേക്ക് പോയി. ഹാരിയുടെ പെരുമാറ്റത്തിൽ അവൾക്ക് എന്തോ ഒരു സംശയം തോന്നി. ഹാരിയുടെ മുഖത്ത് എന്തോ ഇതുവരെ കാണാത്തൊരു സന്തോഷം നേഹക്ക് ഫീൽ ചെയ്തു. അവൾ റൂമിലേക്ക് പോയി. അവിടെ ഹാരിയും ഉണ്ടായിരുന്നു. അവൾ ഫോൺ ചാർജിലിട്ട് താഴേക്ക് ഇറങ്ങുന്ന നേരം, നേഹ, നീ ഓക്കെ അല്ലേ? നീ അന്വേഷിച്ച് നടക്കുന്ന ഉത്തരങ്ങളൊക്കെ നിനക്ക് കിട്ടിയോ? അവളൊന്ന് ഞെട്ടി അവനെ നോക്കി. ചെറുപുഞ്ചിരിയോടെയാണ് അവന്റെ ചോദ്യം. കല്യാണം കഴിഞ്ഞ് 4 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ ഹാരി അവളോട് ഒരു അക്ഷരം മിണ്ടാറില്ല. ഇന്ന് ആദ്യമായി അവൻ അവളോട് ഇങ്ങനെ ഒരു പെരുമാറ്റം, പതിവില്ലാത്ത പുഞ്ചിരി. ആൾക്ക് എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. അവളൊന്നും മിണ്ടാതെ താഴേക്ക് ചെന്നു. താഴെ ചെന്നപ്പോൾ ഉമ്മയുപ്പയും ന്യൂസ് കാണുന്ന തിരക്കിലായിരുന്നു. നേഹമെല്ലാം അവിടെ അടുത്തേക്ക് പോയി. ഒന്നും അറിയാത്ത പോലെ അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ കാണുന്നേ? ഹാരിയുടെ ഉപ്പ പറഞ്ഞു, മോള് കണ്ടില്ലേ, ഒരു ആക്സിഡന്റ്, കുടുംബം മുഴുവൻ മരിച്ചു. നേഹ മറുപടി പറഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചില്ല ഉപ്പ. എന്തുമ്മ വല്ലാണ്ടിരിക്കുന്നേ? അവൾ ആ ന്യൂസ് കണ്ടിട്ടാ മോളെ. ഹാരിയുടെ ഒപ്പം മറുപടി പറഞ്ഞു. അതിനാണ് ഉമ്മ. എന്ത് ചെയ്യാനാ, റബ്ബിന്റെ തീരുമാനം അങ്ങനെയാവും ഉമ്മ. അങ്ങനെ എത്ര മരണങ്ങൾ ദിവസം നമ്മൾ കാണുന്നു, അത്രയേ ഉള്ളൂ. നേഹ ഉമ്മാനെ സമാധാനപ്പെടുത്തി. ഉമ്മാക്ക് അവരെ മുൻപരിചയമുണ്ടോ? നേഹ ഒന്ന് പരീക്ഷിച്ചു നോക്കി. ഏയ് ഇല്ല മോളെ എന്നും പറഞ്ഞ ഉമ്മ അകത്തേക്ക് പോയി. തിരിച്ചു മുറിയിലെത്തി അവളെ കണ്ടപ്പോൾ ഹാരി പറഞ്ഞു, കുറേ ടൈമായി തൻ്റെ ഫോൺ അടിക്കുന്നു. അവൾ വേഗം പോയി ഫോൺ നോക്കി. ഫസൽ സാറായിരുന്നു അത്. നേക്കാകെ ടെൻഷനായി. ഫസൽ സാറിന്റെ പേര് അവൻ കണ്ടു കാണും. അവൾ സ്വയം പിറുവിറുത്തു. ഹാരി റൂമിൽ നിന്ന് പുറത്തേക്ക് പോയതും അവൾ വേഗം ഫസൽ സാറിനെ വിളിച്ചു. ഹലോ സർ, ഞാൻ കണ്ടില്ല, അതാ. അതുകൊണ്ട് ഹാരി എത്തിയോ? ആ സർ, സാർ എന്നെ രാവിലെ വിളിച്ച് അല്പസമയം കഴിഞ്ഞ് അവനെത്തി. നഹല, നീ അവനോട് ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കരുത്, അത് പറയാൻ ഞാൻ വിളിച്ച്. അതെന്താ സർ? പറയാം, നീ നമ്മൾ കാണാനുള്ള സ്ഥലത്തേക്ക് വാ. ഓക്കെ സാർ. അങ്ങനെ ഫസൽ സാറിൻ്റെ അടുത്തേക്ക് നേഹെത്തി. നഹല, ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നീ ഉൾക്കൊള്ളണം. എന്താണ് സാർ? നീ ടെൻഷൻ ആവണ്ട. അങ്ങനെ ഫസൽ അവളോട് പറയാൻ തുടങ്ങി. കഴിഞ്ഞ 2 മാസത്തോളം നമ്മൾ അന്വേഷിച്ച ഫാത്തിമയുടെ കൊലയാളിയെ നിനക്കറിയണ്ടേ? ഞാൻ നിനക്ക് പറഞ്ഞുതരാം. 4 വർഷം മുമ്പ്, അതായത് നവംബർ 15 എക്സാം കഴിഞ്ഞ് സ്റ്റുഡൻസ് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങാനുള്ള സന്തോഷത്തിലായിരുന്നു. എന്നാൽ ഹാരിക്കും ഫാത്തിമയ്ക്ക് വല്ലാത്ത സങ്കടം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു. എല്ലാവരും പോയിട്ടും ഫാത്തി ഹാരിയും പോകാൻ കൂട്ടാക്കിയില്ല. അവർ സംസാരിച്ചുകൊണ്ടേയിരുന്നു. ഫാത്തിയെക്കാത്ത അവളുടെ മാമൻ്റെ മകൾ ക്ലാസ്സിന് പുറത്തിരിപ്പുണ്ടായിരുന്നു. അവൾക്ക് ചെറുപ്പം തൊട്ടേ ഫാത്തി ഇഷ്ടമുണ്ടായിരുന്നില്ല. ഫാത്തിയുടെ ഓരോ വളർച്ചയിൽ അവളുടെ ദേഷ്യം കൂടിക്കൊണ്ടേയിരുന്നു. ആമിക്ക് അവളുടെ ഉപ്പാക്കും ഫാത്തി ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നാൽ അവളുടെ ഉമ്മയുടെയും ഉമ്മയുടെയും സ്വത്ത് കിട്ടാൻ അവർക്ക് ഫാത്തിയെ നിലനിൽക്കും നോക്കിയല്ലാതെ വേറെ വഴിയുമില്ല. ഈ സത്യം മനസ്സിലാക്കിയ ഫാത്തിയുടെ മാമനും ഫാമിലിക്കും ഫാത്തിയോട് കടുത്ത പ്രതികാരമായിരുന്നു. അതൊന്നും പുറത്തവർ പ്രകടിപ്പിച്ചില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഹാരി എന്ന ചെറുപ്പക്കാരൻ ന്യൂ പോസ്റ്റുമായിട്ട് അവിടെ കോളേജിലെത്തുന്നു. പാട്ടിനും പഠനത്തിനും എല്ലാം കഴിവുള്ളവനെ കുട്ടികൾക്കും ടീച്ചേഴ്സിനും ഒരുപോലെ ഇഷ്ടമായിരുന്നു. ഹാരിയും ഫാത്തിയും ആമിയും ഒരേ ക്ലാസ്സിലായിരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാവരെയും പോലെ ആമിക്കും ഹാരിയുടെ ഒരു അടുപ്പം തോന്നി തുടങ്ങി. എന്നാൽ ഫാത്തിയുടെ വിനയത്രവും അവൾ നന്നായി ചിത്രം വരയ്ക്കുന്ന ആളുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഇഷ്ടം ഹാരിക്ക് ഫാത്തിയോട് തോന്നാൻ ഇടയായി. അങ്ങനെ അവരടുത്തു. ഫാത്തിക്ക് ഉമ്മയും ഉപ്പയില്ല എന്നതും കൂടെ ആയപ്പോൾ അവൻ അവളുള്ള സ്നേഹം ഇരട്ടിയായി. ഹാരി ഫാത്തിയോട് കാണിക്കുന്ന സ്നേഹം ആമിക്ക് സഹിക്കാൻ പറ്റാതാവാൻ തുടങ്ങി. അവൾക്ക് ഫാത്തിയോടുള്ള വൈരാഗ്യം ഇരട്ടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹാരി അവൻ്റെ ഫാമിലിയും അവളെ കല്യാണക്കാരായിട്ട് വരുന്നത്. അന്ന് അവർ കല്യാണം ഉറപ്പിച്ച് മടങ്ങി പോകുമ്പോൾ ഫാത്തിക്ക് ഹാരി ഒരു ഡയമണ്ട് നെക്ലസ് സമ്മാനമായിട്ട് കൊടുത്തു.
ഇതെല്ലാം കണ്ട് ആമിക്ക് ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. ആമി അവൾ ഉപ്പയുടെ ഒരു കാര്യം ആവശ്യപ്പെട്ടു. എന്ത് ചെയ്താലും വേണ്ടില്ല, ഇനി ഫാത്തി ലോകത്ത് ഉണ്ടാവരുത്. അതായിരുന്നു ആമിയുടെ ആവശ്യവും. പിന്നീട് അങ്ങോട്ട് ഫാത്തി എങ്ങനെ വകരുത്തണമെന്നായിരുന്നു അവരുടെ ആലോചന. തെളിവില്ലാത്തൊരു മരണം അങ്ങനെ വേണം. അതിനായി അവർ പല തന്ത്രങ്ങളും നടത്തി. പക്ഷെ ഒന്നും വിജയം കണ്ടില്ല. ലാസ്റ്റ് കോളേജ് തുറക്കാൻ ഒരാഴ്ച ബാക്കിയിരിക്കെ ഫാത്തിയുടെ ബർത്ത്ഡേ ആയിരുന്നു. ഹാരി നിനക്കൊരു സർപ്രൈസ് തരാൻ പറഞ്ഞിട്ടുണ്ട്, നിന്നോട് എൻ്റെ കൂടെ നമ്മുടെ കോളേജിൽ വരാൻ പറഞ്ഞു എന്ന് ആമി അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അത് വിശ്വസിച്ച പാവം ഫാത്തിമ ആമിയുടെ കൂടെ പുറപ്പെട്ടു. കോളേജിലെത്തിയ ഫാത്തിമ ആമിയോട് ചോദിച്ചു, ആമിയുടെ ഹരി അത് നമ്മുടെ ക്ലാസ്സിലുണ്ട്, നീ വാ. അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് ഒരു ക്ലാസ് മുറി തുറന്നെടുക്കുന്നത് ആമിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അത് ആമിക്ക് കൂടുതൽ പ്രയോജനമായി. അങ്ങനെ ക്ലാസ് മുറിയിൽ ഫാത്തിമ എത്തിച്ച വിവരം ആമിയോട് ഉപ്പ വിളിച്ചു പറഞ്ഞു. ഇത് കണ്ട ഫാത്തിമ ചോദിച്ചു, എന്താ ആമി, മാമി ഇങ്ങോട്ട് വരുന്നുണ്ടോ? ആ ഫാത്തി, മാമിനും അമ്മായിയും പിന്നെ ഹാരിയവൻ്റെ ഫാമിലിയും ഇങ്ങോട്ട് വരുന്നുണ്ട്. ആണോ ആമി? അവളൊന്ന് പുഞ്ചിരിച്ചു. അയ്യോ ആമി, ഞാൻ എൻ്റെ ഫോൺ എടുക്കാൻ മറന്നു. നീ നിൻ്റെ ഫോൺ എന്തായോ? എന്തിനാ നിനക്കിപ്പോൾ ഫോണ്? ഹാരിക്കൊന്ന് വിളിക്കാനാ? അവനിങ്ങോട്ട് വരും, പിന്നെ നിനപ്പോൾ വിളിക്കുന്നു നീ? ആമി ചോദിച്ചു. രാവിലെ നമ്മൾ പോരാറങ്ങുന്ന ടൈമിൽ അവൻ വിളിച്ചിരുന്നു തന്നെ. ഓ ആണോ? ഇനി നീ ഇപ്പോൾ വിളിച്ച സർപ്രൈസിൻ്റെ ത്രില്ലുകളെ നിൽക്കണ്ട, ആമി അവളോട് പറഞ്ഞു. ഓക്കെ മേഡം. ആമി എന്താ ഫാത്തി? ആമി നിനക്കറിയോ, നിന്നെപ്പോലെ ഒരു കൂടപ്പുറപ്പിനെയും നിന്റെ ഉപ്പാനെയും കിട്ടിയതാ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ഭാഗ്യം. ആമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശരിയാ നീ പറഞ്ഞ ഫാത്തി, നീ ഞങ്ങളുടെ സ്നേഹം ശരിക്കും കാണാൻ പോകുന്നേ ഉള്ളൂ. ആ മാമനെത്തിയല്ലോ, എന്താ മാമ കയ്യിൽ? ഫാത്തിമ സ്നേഹത്തോട് ചോദിച്ചു. മോളെ അതൊരു കേക്കാ, മാമൻ്റെ കുട്ടിക്കുള്ള ചെറിയ സമ്മാനം. ഒന്നും അറിയാത്ത പാവം ഫാത്തിമയ്ക്ക് അവരുടെ കപട സ്നേഹം കണ്ട് കണ്ണു നിറഞ്ഞു. എന്നാ പിന്നെ കേക്ക് മുറിക്കല്ലേ? ആമി ഹാരിയെ കാണാനില്ലല്ലോ, അവരും കൂടെ വന്നിട്ട് പോരെ? അവർ വന്നോളുന്നേ, നമുക്ക് തൽക്കാലം കേക്ക് മുറിക്കാം. ഓക്കെ മാമ. അമ്മായി വായോ. അവൾ സന്തോഷത്തോടെ ആ കേക്ക് മുറിച്ചു. അവളൊരു പീസ് കേക്ക് മാമൻ്റെ വായിലേക്ക് വെക്കാൻ തുടങ്ങി. അയ്യോ ഫസ്റ്റ് മോൾ, പിന്നെയും മാമ കഴിക്കാം. അങ്ങനെ കേക്ക് മുറിച്ച് അവൾ കഴിച്ചു. നിങ്ങൾ കഴിച്ചോളേ, ആമി അമ്മായിക്ക് എടുത്തു കൊടുത്തു. ആ മോളെ, ഞങ്ങൾ കഴിച്ചോളാം. മാമ ഈ സ്നേഹത്തിന് പകരം ഞാൻ എന്താ നൽകണ്ടേ? അവൾ കണ്ണു നിറച്ചുകൊണ്ട് ചോദിച്ചു. നിന്റെ സുന്ദരനായ ഹാരി എനിക്ക് വിട്ടുതരുമോ? അതിന് നിന്നെ കൊണ്ട് കഴിയോ? ആമി നീ എന്തൊക്കെയാ ആമി പറയുന്നത്? ഒന്നുമില്ല മോളെ, അവൾക്ക് വട്ടാ. ഈ മാമൻ പറയാം, നിന്റെ ഉമ്മാന്റെ പേരിലുള്ള ആ പ്രോപ്പർട്ടി എൻ്റെ പേരിൽ തരൂ, അത്ര മതി. ആ എന്താ മോളെ? അയ്യോ എനിക്കെന്തോ തൊണ്ടയിൽ ആരോ പിടിച്ചു വലിക്കും പോലെ തോന്നുക, പേടിയാവുന്ന അമ്മായി. ആമി എനിക്കാകെന്തോ ഒരു തളർച്ച. മാമൻ മരണപ്രാളം കൊണ്ട് പിടയുന്ന അവളോട് പറഞ്ഞു. ആണോ? അതെന്നപ്പോ അങ്ങനെ വരാൻ? മാമ എനിക്ക് വെള്ളം വേണം. മോളെ ഫാത്തിമ, നീ നിന്റെ ഉമ്മാന്റെ അടുത്തേക്ക് പോയിക്കോളൂ, അവിടെ ഒരുപാട് വെള്ളം കിട്ടിക്കോളും. മാമ? ആടി നിന്റെ മാമ തന്നെ, ഈ ഒരു ദിവസത്തിന് വേണ്ടിയാടി ഞങ്ങൾ കാത്തിരുന്ന്. അപ്പോഴേക്കും ഫാത്തിമ ബ്ലഡ് ഛർദ്ദിക്കാൻ തുടങ്ങി. അവൾ പാതി ജീവനെ കൊണ്ട് പറഞ്ഞു, എന്റെ ഹാരി ഇതറിഞ്ഞാ പിന്നെ നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അത് കേട്ടതും ആമയോളെ കൈകാലുകൾ കെട്ടി അവളെ പിടയാൻ പോലും സമ്മതിച്ചില്ല. മോളെ ഫാത്തിമ, നീ നിന്റെ ഉമ്മാന്റെ അടുത്തേക്ക് പോയിക്കോ. നിനക്ക് ഈ മാമന്റെ കേക്ക് ഇഷ്ടായ ഫാത്തിമോളെ? മരണവെപ്രള അനുഭവിക്കുന്ന അവളോട് അയാൾ പറഞ്ഞു. ഒരൽപ്പം വിഷം, അത്രേ ഉള്ളൂ. അതും പറഞ്ഞ അയാൾ പൊട്ടിച്ചിരിച്ചു. നീ സുഖമായിട്ട് ഉറങ്ങിക്കോട്ടോ. അങ്ങനെ അവിടെ കൺമുമ്പിൽ അവളൊന്ന് പിടയാൻ പോലും ആവാതെ നിഷ്കുരണം കൊന്നുകളഞ്ഞു. ഫാത്തി മരിച്ചെന്ന് ഉറപ്പായപ്പോൾ അവരവളെ കെട്ടിത്തൂക്കി. അവിടെയെല്ലാം ഒരു തെളിവ് അവശേഷിക്കാത്ത വിധം ക്ലീനാക്കി. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ ആമിയും ഫാമിലി എത്തി. മോനെ എവിടെയാ ഫാത്തി മോള്? ഉമ്മുമ്മ ചോദിച്ചു. അവളൊരു ഫ്രണ്ടിന്റെ വീട്ടിലാ, കുറച്ചു ദിവസം കഴിഞ്ഞിട്ടേ വരൂ. കയ്യിനും കാലിനും ആരോഗ്യം നഷ്ടപ്പെട്ട ആ വൃദ്ധക്ക് ഒന്നും ചെയ്യാനാവില്ലായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. വീട്ടിലെ നിരന്തരമുള്ള സംസാരത്തിൽ നിന്നും അവളുടെ ഉമ്മാമക്കൊരു കാര്യം മനസ്സിലാകാൻ തുടങ്ങി. തൻ്റെ ഫാത്തിമോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. ഫാത്തിയുടെ ഫോൺ ആമിയുടെ കയ്യിലായിരുന്നു. ഹാരിയുടെ നിരന്തരമായ കോൾ അവർ പിടിക്കപ്പെടുമെന്ന ഭയത്തിലേക്ക് എത്തിക്കാൻ തുടങ്ങി. ഒരു ദിവസം ആമിയും ഫാമിലിയും പുറത്തുപോയി. നിരന്തരമായി ഫോൺ വിളിച്ചാൽ കിട്ടാത്തതുകൊണ്ട് ഹാരി അവളെ തിരഞ്ഞ് വീട്ടിലെത്തി. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. തിരിച്ചു മടങ്ങാൻ നിന്ന ഹാരിയെ അവളുടെ ഉമ്മുമ്മ വിളിച്ചു. ആരാ അത്? ഹാരി മെല്ലെ റൂമിന്റെ ജനാല തുറന്നു. ഉമ്മുമ്മ, ഇത് ഞാനാ ഹാരി. ഞാനിവിടെ ആരില്ലെന്ന് ഇത് പോകാൻ തുടങ്ങിയിരുന്നു. മോനെ ഇങ്ങ് അടുത്തേക്ക് നിൽക്ക്. ഉമ്മുമ്മ പറയുന്ന മോ ശ്രദ്ധിച്ച് കേൾക്കണം. മോനെ, നമ്മുടെ ഫാത്തിക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം ഉമ്മുമ്മ അവനെ അറിയിച്ചു. അവൻ എന്ത് ചെയ്യണമെന്നൊരു അറിവുണ്ടായിരുന്നില്ല. അവനറിയാവുന്ന വിധത്തിലെല്ലാം അവളെ അന്വേഷിച്ചു. വീട്ടിൽ തിരിച്ചെത്തിയ ഹാരി അവൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. മോനെ ഹാരി, ഭക്ഷണം കഴിക്കാൻ വാ. ചെറുക്കനൊരു ബോധമല്ല. നാളെ തൊട്ട് ക്ലാസ് തുടങ്ങാൻ പോകണമെന്നൊരു വിചാരം അവനില്ല. ഉള്ള സമയം മുഴുവൻ ബുള്ളറ്റ് എടുത്ത് എങ്ങോട്ടാ എന്താവുന്നില്ല, ഒറ്റ പോക്കാ. അവൻ്റെ ഉമ്മ അവനെ ശകാരിക്കാൻ തുടങ്ങി. ഹാരി ഡാ, നിനക്ക് ചെവി കേൾക്കുന്നില്ലേ? അവൻ്റെ ഉമ്മ വിളിക്കാൻ തുടങ്ങി. ഉപ്പ അവൻ്റെ മുറിയിലേക്ക് പോയി. ഹാരി, നിന്നോട് ഉമ്മ പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ലേ? വായു, വന്ന് ഭക്ഷണം കഴിക്കുക. വേണ്ടപ്പാ, ഞാനൊരു സ്ഥലം വരെ പോയിട്ട് വരാം. ഇപ്പോഴോ? ആ ഉപ്പ, അർജന്റാ.
അതെന്താടാ ഇത്ര അർജന്റ്? ഒന്നുമില്ല, ഞാൻ പോയി എന്നിട്ടെല്ലാം പറയാം. അവൻ്റെ ഉപ്പാക്ക് ദേഷ്യം വന്നു. നീ ഇപ്പം ഈ രാത്രി എങ്ങോട്ടും പോകുന്നില്ല. നാളെ മോർണിംഗ് കോളേജിൽ പോകണം. ഉപ്പ മാറി, എനിക്ക് പോയേ പറ്റൂ. ഹാരിയുടെ കയ്യിൽ നിന്ന് ഉപ്പ വണ്ടിയുടെ കീയും ഫോണും മേടിച്ച് അവനെ റൂമിൽ പൂട്ടിയിട്ടു. ഉപ്പാ, വാതിലോർക്ക്! അവൻ അലറി വിളിച്ചു. തുറന്നില്ല. നേരം പുലർന്നു. അവൻ്റെ ഉമ്മ വന്ന് ഡോർ തുറന്നു. വണ്ടിയുടെ കീയും ഫോണും അവന് തിരിച്ചു കൊടുത്തു. അവൻ കീ വാങ്ങി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടു. പോകും വഴി അവൻ്റെ ഫോണിലേക്ക് കോൾ വരാൻ തുടങ്ങി. അവൻ്റെ ഫ്രണ്ടായ സിയാദിന്റെ കോളായിരുന്നത്. അവൻ ഫോൺ എടുത്തു. ഹാരി, നീ ഒന്ന് വേഗം കോളേജിലേക്ക് വാ. എന്താടാ കാര്യം പറയും? ഞാനൊരു സ്ഥലം വരെ പോകുന്ന വഴിയാ. നിനക്ക് ഫാത്തിമകൾ വലുതാണ് നിന്റെ ആ കാര്യം. എങ്ങനെ പോയിക്കോ? അവൻ മനസ്സ് സിയാദ് കോൾ കട്ട് ചെയ്തു. ഹാരി വേഗം വണ്ടി കോളേജിലേക്ക് തിരിച്ചു. ഹാരിയുടെ കൈകാലുകൾ വിയർക്കാൻ തുടങ്ങി. ഹരിതാത്ത് എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ എന്തൊക്കെയോ ശബ്ദങ്ങൾ ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഹാരിയുടെ ഹൃദയമിടിപ്പ് അവന്റെ ചെവിയിൽ തന്നെ അലയടിക്കും പോലെ എല്ലാവരും അവനെ തന്നെ തീക്ഷ്ണമായി നോക്കുന്നു. ഫാത്തിക്കൊന്നും സംഭവിക്കരുതെന്ന് അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഹാരി അവന്റെ ഉപ്പ തോളിൽ കൈയിട്ട് ക്ലാസ് മുറിയിലേക്ക് കൊണ്ടുപോയി. അവനെന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ട്, പക്ഷേ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ അവൻ ആ കാഴ്ച കണ്ടു. അവന്റെ ജീവനായ ഫാത്തിമയുടെ ദുർബലമായ ശരീരം. എല്ലാ സംശയങ്ങൾക്കുള്ള ഉത്തരം അവരുടെ കൊലപാതകളുടെ നാവിൽ നിന്ന് കിട്ടും വരെ. പണം കൊടുത്ത് നിയമത്തിന്റെ എല്ലാ കണ്ണുകളും അവർ പൊട്ടിച്ചപ്പോഴും അവരറിഞ്ഞിരുന്നില്ല ചെയ്ത തെറ്റുള്ള ശിക്ഷ നടപ്പിലാക്കാൻ ആകാശത്തുള്ളവൻ ഭൂമിയിൽ ഒരാളെ നിയോഗിച്ചിട്ടുണ്ടെന്ന സത്യം. അവന്റെ പേരാണ് നെഹ്ല, നിന്റെ ഹസ്ബൻഡ് ആരിഫ് റഹ്മാൻ. സർ, അവർ കൊല്ലപ്പെട്ടിട്ട് എങ്ങനെ സത്യങ്ങൾ മനസ്സിലാക്കിയത്? അവർ കൊല്ലപ്പെട്ടെന്ന് പുലർച്ചെന്റെ വീണ്ടും സീറ്റുള്ള ഒരു ഡയറി കണ്ടു. ആരാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ ഡയറിയിലുള്ളതാ ഈ കാര്യങ്ങൾ. സർ, അത് ആരായിരിക്കും അവിടെ കൊണ്ടു വെച്ച്? ഫസിൽ ഉറക്കെ ചിരിച്ചു. നീ പൊട്ടി, ആരായിരിക്കും അത് വെച്ചെന്ന് ഇനി ഞാൻ പറയണോ? ഫസിൽ നേഹെന്ന് കളിയാക്കി. സർ, ഹാരി? അതെ. നേഹ തിരിച്ചു പോകാൻ വണ്ടിയിൽ കയറി. സർ, ഹാരി അറസ്റ്റ് ചെയ്യോ? എന്തിന്? എത്രയെത്ര അപകടം നടക്കുന്നു. അതിന് നമ്മളെന്ത് ചെയ്യാനാ? എല്ലാ റബ്ബിന്റെ തീരുമാനമല്ലേ. അതിന് നേഹ ഒന്ന് പുഞ്ചിരിച്ചു. നേഹ വീട്ടിൽ തിരിച്ചെത്തി. ഹാരി പുറത്തെ സിറ്റോളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. നേഹ ഹാരിയെ കണ്ട് തലാഴ്ത്തി അകത്തേക്ക് പോയി. മോളെ നേഹ, ചായ എടുക്കട്ടെ? ആ ഉമ്മ, ഒരു 5 മിനിറ്റ്, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. അതും പറഞ്ഞ് അവൾ മുകളിലേക്ക് കയറി റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്തു തുടങ്ങി. ഹാപ്പി ബർത്ത്ഡേ നേഹ എന്നുറക്കെ പറയുന്നുണ്ടായിരുന്നു. അവൾ ആ റൂം മൊത്തത്തിലും നോക്കി. നിറയെ ബലൂൺസ്, കേക്ക്സ്, ലൈറ്റ്സ്, ഫ്ലവേഴ്സ് കൊണ്ട് മുറി ആകെ അലങ്കരിച്ചിരുന്നു. അവളുടെ ഉമ്മയും ഉപ്പയും ഉണ്ടായിരുന്നു. നേഹ സന്തോഷം കൊണ്ട് മതിമറന്നു പോയിരുന്നു. അവൾ വേഗം ഹാരിയുടെ ഉമ്മാനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ എടുത്തു. താങ്ക്സ് ഉമ്മ, ഈ സർപ്രൈസ് എൻ്റെ അല്ല കേട്ടോ. പിന്നെ? നേഹ ആകാംക്ഷയോട് ചോദിച്ചു. ഇത് നിന്റെ കെട്ടിയവന്റെ ഗിഫ്റ്റാ. നേഹയ്ക്ക് വിശ്വസിക്കാനായില്ല. അവളുടെ കണ്ണ് നിറഞ്ഞു. അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് ഹാപ്പിയായി പിരിഞ്ഞു. അങ്ങനെ അന്ന് രാത്രി നേഹ മുറിയിലെത്തി. ഹാരിക്കാ? വേണ്ട ഹാരി, അത് വിളിച്ചാൽ മതി. ഇയാളെന്തിനാ എനിക്ക് സർപ്രൈസ് തന്നേ? നേഹ ഹാരിയോട് ചോദിച്ചു. തരണം തോന്നി, തന്നു. എന്തേ? താങ്ക്സ്, നേഹ മറുപടി പറഞ്ഞു. കിടക്ക് മുന്നേ അപ്പുറത്ത് അടച്ചിട്ട് മുറിയിൽ പോകുന്ന പതിവുണ്ട്. അന്നെന്തോ ഹാരി അങ്ങോട്ട് പോയില്ല. ഈ കാര്യം നേഹ ശ്രദ്ധിച്ചിരുന്നു. പതിവനുസരിച്ച് നേഹ കട്ടിലും ഹാരി റൂമിലെ തന്നെ ഗാർഡനിലാണ് കിടക്കാറ്. അന്ന് അവൻ കട്ടിൽ അവിടെ അടുത്തു വന്ന് കിടന്നു. ഈ നടക്കുന്ന സ്വപ്നാണോ അതോ യാഥാർത്ഥ്യമോ? ഒന്നും അറിയാത്ത അവസ്ഥയിലായിരുന്നു നേഹ. കല്യാണം കഴിഞ്ഞ 6 മാസക്കാലമായി അവൾ ആ വീട്ടിലെത്തിയിട്ട്. മുകളിലെ മുറി ഹാരിയല്ലാണ്ട് ആരും തുറക്കാറില്ല. ഹാരി ഡെയിലി നൈറ്റ് അതിനുള്ളിൽ മണിക്കൂറുകളോളം ഇരിക്കും. ആ മുറിയെപ്പറ്റി അവൾ ഹാരിയുടെ ഉമ്മാനോട് ചോദിച്ചു. എങ്കിലും ചാവി ഹാരിയുടെ കയ്യിലായിരുന്നു. പതിയെ ഹാരി നേഹയുമായി അടുക്കാൻ തുടങ്ങി. ഒരു ദിവസം ഓഫീസിൽ പോകാനുള്ള തിരക്കുകൊണ്ട് ഹാരി അവന്റെ ഷെൽഫിൽ ലോക്ക് ചെയ്യാതെ പോയി. റൂം ക്ലീൻ ആക്കാൻ വന്ന നേഹയുടെ കണ്ണിൽ ആ റൂമിന്റെ കീ കിട്ടി. ഇതാണ് ബെസ്റ്റ് ടൈം. അവൾ ഒരുപാട് നാളായ റൂമിൽ എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം. ഇന്നത് സഫലമാകാൻ പോകുന്നതിന്റെ സന്തോഷം അവളുടെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. റൂമിന്റെ കീ കയ്യിലെടുത്ത് അവൾ ചുറ്റും നോക്കി. ആരുമില്ല. ഹാരി എന്തായാലും ഇപ്പൊ എത്തിയില്ല. അവൾ ഡോർ തുറന്ന് അകത്തേക്ക് കയറി. വളരെ വൃത്തിയായി കിടക്കി വിരിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ലൈറ്റ് ഓൺ ആക്കി. മുറിയിൽ നിറയെ ഹാരിയുടെയും ഫാത്തിയുടെയും ഫോട്ടോ, ഫാത്തിയുടെ ഡ്രസ്സ്, ചെരുപ്പ്, അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അവർ തമ്മിൽ കണ്ടുമുട്ടിയ അന്നു മുതലുള്ളതല്ല. അവൾക്ക് മനസ്സിലായിരുന്നു മരണം കൊണ്ടും പിരിക്കാൻ പറ്റാത്തത്രമേൽ ആഴത്തിൽ ഹാരിയിൽ ഫാത്തിമ പതിഞ്ഞിരിക്കുന്നു എന്ന്. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഒരു ദിവസം ഓഫീസിൽ നിന്നെത്തിയ ഹാരി നേരെ പോയത് ആ മുറിയിലേക്കാണ്. അത് കണ്ടപ്പോൾ നേഹയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. നേഹ, ഒന്ന് വരുമോ? ഹാരി അവൾ ആ മുറിയിലേക്ക് വിളിച്ചു. എന്നിട്ട് ഹാരി അവളോട് പറഞ്ഞു. നേഹ, നിനക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാ? തെളിയും സംശയമില്ലാതെ നേഹ മറുപടി പറഞ്ഞു. എനിക്ക് നിന്നോടാ ഹാരി ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഹാരി നേഹയോട് കണ്ണടക്കാൻ പറഞ്ഞു. അവൾ കണ്ണടച്ചു. അവൻ അവളെ മെല്ലെ ആ മുറിയിലേക്ക് കൊണ്ടുപോയി. അവൻ അവളോട് കണ്ണടച്ച് നിൽക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അവളോട് പറഞ്ഞു, ഈ ലോകത്ത് ഒരാൾ മറ്റൊരാൾക്ക് പകരാവില്ല. പക്ഷെ നഷ്ടപ്പെട്ടതിന് പകരമായിട്ട് അതിലും മനോഹരമായ ഒന്ന് റബ്ബ് നൽകും. അത്തരത്തിൽ വിലമതിക്കാനാവാത്ത ഒന്നാണ് നീ എനിക്ക് എൻ്റെ ലൈഫിൽ. ഹാരി അതും പറഞ്ഞ് ആ റൂമിൽ ലൈറ്റ് ഓൺ ആക്കി. ഒരത്ഭുതം പോലെ നേഹ നോക്കി നിന്നു.
അത്രയും കാലം അവിടെ ഉണ്ടായിരുന്ന ഫാത്തിയുടെ സാധനങ്ങളെല്ലാം അവിടെ നിന്നും മാറ്റി അവൾ അറിയാതെ അവളിൽ നിന്നും പകർത്തിയ ഫോട്ടോയായിരുന്നു ആ മുറി നിറച്ചത്. അവൾ ആ മുറി നോക്കിക്കാണുന്ന സമയത്താണ് അവളുടെ കഴുത്തിലൊരു തണുപ്പ് അനുഭവപ്പെട്ടത്. കഴുത്തിലേക്ക് നോക്കിയപ്പോൾ അവളുടെ കഴുത്തിലേക്ക് ഹാരി ഒരു ഡയമണ്ട് നെക്ലസ് അണിയിച്ചു കൊടുത്ത് കഴിഞ്ഞിരുന്നു. അവൾ തിരിഞ്ഞുനിന്ന് ഹാരിയെ നോക്കി. അവൻ അപ്പോഴും അവളെ നോക്കി കാണുകയായിരുന്നു. അവളൊന്നും ചിന്തിക്കാതെ അവനെ പുണർന്നു. അവനൊരു ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. നേഹ, നേഹ, എവിടെയാ നിന്റെ ശബ്ദം? ഉമ്മാനോടും വാപ്പനോടും സംസാരിക്കുമ്പോൾ നല്ല ശബ്ദമാണല്ലോ. അവളതിന് മറുപടി അറിഞ്ഞില്ല. നേഹ, ഈ ഹാപ്പിയാണോ? ഒരുപാട്, അവളൊരു ചിരിയോടെ പറഞ്ഞു. കുറച്ചു നേരം അങ്ങനെ നിന്നവർ പിന്നെ രണ്ടുപേരും ഫുഡ് കഴിക്കാൻ താഴേക്ക് ഇറങ്ങി. മാഷാ അല്ലാ, ഇക്ക അങ്ങോട്ട് നോക്കി. എന്താടി? ഒന്ന് നോക്കിക്ക. ഹാരിനെയും കൈകോർത്തി പിടി സംസാരിച്ചുകൊണ്ട് വരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായെങ്കിലും ഈ കാഴ്ച ആദ്യമായിട്ടാണ്. അത് കണ്ടപ്പോഴേക്ക് അവരുടെ കണ്ണ് നിറഞ്ഞു. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം, ഇക്ക മതി, എനിക്ക് വയ്യ നടക്കാൻ. എന്നാ റൂമിലേക്ക് പോവാം. അതും പറഞ്ഞ് അവളെ റൂമിലേക്ക് കൊണ്ടുപോയി. ഇപ്പം നമ്മുടെ നേഹ 6 മാസം ഗർഭിണിയാണ്. രാവിലെ നടത്തിക്കുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത്. അതിൻ്റെ സന്തോഷത്തിലാണ് 2 കുടുംബങ്ങളും. 2 ഉമ്മമാർ അവളെ മത്സരിച്ച് സ്നേഹിക്കുകയാണ്. ഉപ്പമാരും അങ്ങനെ തന്നെ. ഹാരിക്കിപ്പോൾ അവളെ കിട്ടാറില്ല എന്നാണ് ഒരു സത്യം. അവളൊന്ന് ഫ്രഷായി വന്ന് ബെഡിലിരിക്കുമ്പോഴാണ് ഹാരിയുടെ വരവ്. എന്താണ് നേക്കുട്ടിയുടെ ആലോചന? ഏയ് ഒന്നുമില്ല, അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അല്ല, എന്തോ ഉണ്ടല്ലോ. ഒന്നുമില്ല ഹാരിക്ക, ഞാൻ നമ്മുടെ കല്യാണം മുതലൊന്ന് ചിന്തിച്ച് നോക്കിയതാ. നമ്മളെങ്ങനെയായിരുന്നു അല്ലേ, ഒരു റൂമിൽ 2 ഇടങ്ങളായിട്ട് ജീവിക്കുന്ന 2 വ്യക്തികൾ. ഇപ്പോഴോ നിങ്ങളില്ലാതെ എനിക്കോ ഞാനില്ലാതെ നിങ്ങൾക്കോ പറ്റൂല. അത്രയ്ക്ക് അടുത്ത് നമ്മൾ. അതാണ് മോളെ പറയുന്നത്, നമുക്ക് വിധിച്ചതാണെങ്കിൽ കുറച്ച് വൈകിയാലും നമ്മുടെ കൈകളിൽ തന്നെ എത്തിച്ചേരുന്നു. അതിന് അവളൊന്ന് പുഞ്ചിരിച്ചു. അവന് അവൾക്കായി തിരിച്ചൊരു പുഞ്ചിരി നൽകി.